الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله الفائزين برضا الله. أما بعد، يا ربنا لك الحمد كما ينبغي لجلالك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك، فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين، صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله. إن الله لطيف خبير. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രൗഢമായ ഈ ഒരു വേദിയിൽ സ്വാഗത ഭാഷണം നടത്തിയ ബഹുനിരായ ഏറെ നമ്മുടെ നാടിന്റെ ആദരണീയരായ ഖതീബ് ഉസ്താദ് അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മുദർരിസ് ഉസ്താദ്, മറ്റുള്ള ഉസ്താദുമാർ, പള്ളിയുടെയും ഉറൂസിന്റെയും കരുത്തരായ കമ്മിറ്റി ഭാരവാഹികൾ, അതേപോലെ ഈ ഒരു പരിപാടിയിലേക്ക്, ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കുവാനും സ്വാലിഹായി ജീവിച്ച് കാമിലായ ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു റബ്ബ് നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
പ്രത്യേകിച്ച് വളരെ മനോഹരമായ ഭക്ഷണം തയ്യാറാക്കിയ ആ വീട്ടുകാരൻ അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ആ വീട്ടിലും കുടുംബത്തിലും ഭാര്യയിലും മക്കളിലും എല്ലാ ജോലിയിലും ഏർപ്പാടുകളിലും കൃഷിയിലും അള്ളാഹു ബറക്കത്തും നിഅമത്തും കോരിച്ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു അവരെയും നമ്മയും കൊടുത്തുമാറാവട്ടെ. നമ്മുടെ മുമ്പിൽ മറപ്പെട്ട് കിടക്കുന്ന ആദരണീയരായ ഏറ്റവും ബഹുമാന്യരായ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ, അവരുടെ കൂടെ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകങ്ങളിൽ കടക്കുവാനും രക്ഷപ്പെടുവാനും അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വളരെ അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം ലഭിച്ച നാടാണ് നമ്മുടെ നാട് എന്നുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ച് പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തി. അതിന്റെ അവസാന ഭാഗം ഹബീബ് പറഞ്ഞു, ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഇത് കേട്ട ആളുകൾ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഒരു നീണ്ട പ്രഭാഷണം നടത്താറില്ല. ഒരു 20 മിനിറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിന്റെയോ പ്രഭാഷണങ്ങളാണ് പൊതുവെ നടക്കാറ്. പക്ഷേ വളരെ റയറായി, വളരെ വിരളമായി ചില സമയങ്ങളിൽ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രഭാഷണം കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ പ്രഭാഷണം ഇവിടെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആ ഒരു വാക്ക് ഉൾക്കൊള്ളുകയും കുടുംബവും വീടും നാടും വലിച്ചെറിഞ്ഞ് ഇതൊന്നും എനിക്ക് വേണ്ട, ആഖിറമാണ് വലുത് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന വലിയൊരു മഹാന്റെ മുമ്പിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. മാ അഹദും മിന്ന സ്വഹാബി, എന്റെ സ്വഹാബാക്കളിൽ നിന്ന് യമൂതു ബി അർളിൻ, ഒരു ഭൂമിയിൽ എന്റെ സ്വഹാബി മരിച്ചുപോയാൽ, വഫാത്തായി പോയാൽ, ഇല്ലാ കാന ഖായിദൻ വനൂറൻ ലഹും യൗമൽ ഖിയാമ, ആ നാട്ടുകാരുടെ നേതാവ് അവിടെ കിടക്കുന്ന സ്വഹാബിയായി. മഹ്ശറയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. തുബഅസൂന കമാ തമൂതൂൻ, എങ്ങനെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് അതേപോലെ അല്ലാഹു നമ്മളെ നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഒരു സമയത്ത് മഹാന്മാരായ സ്വഹാബാക്കളുടെ പിന്നിൽ നിന്നാണ് നമ്മളൊക്കെ നിരനിരയായി മഹ്ശറയിലേക്ക് പോകേണ്ടത്. വനൂറൻ ലഹും യൗമൽ ഖിയാമ, ഇവിടെ മരിച്ചു കിടക്കുന്ന നാട്ടുകാരുടെ മുഖങ്ങളിൽ അല്ലാഹു ഒരു പ്രകാശം നൽകുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത് കിട്ടണമെങ്കിൽ അല്പം നമ്മൾ തയ്യാറാവണം. അല്ലാഹ ഫീ അസ്ഹാബി, എന്റെ സ്വഹാബാക്കൾ, അവരെ നിങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ. അവരെ നിങ്ങൾ ആദരിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കണം. ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കളെ സ്നേഹിക്കുന്നവർ ഞാൻ നൽകുന്ന അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെ സ്നേഹിക്കുന്നത്. സ്വഹാബാക്കളെ സ്നേഹിക്കുമ്പോ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. വമൻ അബ്ഗളഹും, അവരെ ദേഷ്യപ്പെടുത്തിയ, പവിത്രമായ ഇവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ മണ്ണിൽ നമ്മൾ തെറ്റ് ചെയ്താലോ, നമ്മൾ തിന്മകൾ ചെയ്താലോ, നമ്മുടെ ഭാഗത്ത് നിന്ന് അരുതായ്മകൾ വന്നുപോയാലോ അത് കുരുത്തക്കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മഹാന്മാരുടെ മഖ്ബറ എന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ട സദസ്സാണ്. ഇബ്നു തൈമിയ്യ, എല്ലാവരും പ്രത്യേകിച്ച് ബിദ്അത്തിന്റെ ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മഖ്ബറകൾ സൂക്ഷിക്കണം. അവിടെ മുജാവറത്തുൽ മലായിക, മാലാഖമാർ, അല്ലാഹുവിന്റെ മലക്കുകൾ താമസിക്കുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മഹാന്മാരുടെ മഖ്ബറകൾ. അപ്പൊ ആ ഒരു നാട്ടിൽ ജീവിക്കാൻ നമ്മൾക്ക് ഭാഗ്യമുണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ അത് മഹാന്മാരോടുള്ള അദബുകേടായി പോകാൻ സാധ്യതയുണ്ട്. ഫമൻ അബ്ഗളഹും, ആരാണ് അവരോട് ദേഷ്യം പെടുന്നത്, ദേഷ്യം കാണിക്കുന്നത്,
അല്ലാഹു പറയാണ് ഫബിബുഗ്ളി അബ്അദഹും, അവൻ ദേഷ്യപ്പെട്ടത് എന്നോടാണ്. സ്വഹാബാക്കൾ ദേഷ്യപ്പെടുന്നവർ എന്നോടാണ് ദേഷ്യപ്പെട്ടത് എന്ന് അല്ലാഹു നമ്മെ അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബാക്കൾ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. അവരുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കാൻ വരെ പാടില്ല. അല്ലേ? ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒച്ച വെക്കാൻ പാടില്ല. അതേപോലെ ഹബീബിനെ കണ്ടവരാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ. ഇവിടെ നമ്മൾ ഒച്ച വെക്കാൻ, ഇവിടെ നമ്മൾ മഖ്ബറയിൽ ചെന്നോ അതിന്റെ പരിസരങ്ങളിലോ അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതവർക്ക് വിഷമമുണ്ടാക്കും. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. ഫലൗ അന്ന അഹദകും, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ ചെറിയ ഒരു തുക മിസ്ല ഉഹുദിൻ സഹബ, നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഉഹദ് മലയോളം സ്വർണങ്ങൾ സംഭാവന ചെയ്താലും മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫ, വലിയൊരു പർവ്വത കണക്കിന് സ്വർണങ്ങൾ സംഭാവന ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ ഒരു മുദ്ദ് ചെയ്തതിന്റെ പ്രതിഫലം നമ്മൾക്ക് കിട്ടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദരിക്കേണ്ടവരാണല്ലോ മഹാന്മാർ. ആ ഒരു ആദരവിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഉറൂസ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വാസ്കോ ഡ ഗാമ വന്നിറങ്ങി ഇന്ത്യയുടെ പവിത്രമായ മൂല്യമുള്ള സകല വസ്തുക്കളും രത്നങ്ങളും മാണിക്യങ്ങളും കൊണ്ടുപോയി ഇന്നയാൾ കിടക്കുന്നത് ലിസ്ബണിലാണ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പോർച്ചുഗലിലാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നു. എന്നിട്ട് വാസ്കോ ഡ ഗാമയുടെ ഖബറിടം എവിടെ? അത് പോർച്ചുഗലിലാണ്. അൽബുഖർക്ക് വന്നു. അൽബുഖർക്കിന്റെ ഖബറിടം എവിടെ? ലിസ്ബണിലാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ റാഫി' ഇബ്നു ഹബീബ് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു വന്നു. അവരുടെ ഖബറിടം ചിലങ്കോടാണ്. അതേപോലെ വേറൊരു മാലിക് ദിനാർ വന്നു. അവരുടെ ഖബറിടം അങ്ങ് തളങ്കരയിലാണ്. വേറെയും മഹാനായ ഉഖബത്ത് ഇബ്നു നാഫിഅ് എന്ന് പറയുന്ന ഒരു സ്വഹാബി പോയി ത്വഞ്ചയിലേക്ക്, സ്പെയിനിലേക്ക് പോയി. മഹാനായ ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി അങ്ങ് കണ്ണൂരിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ അങ്ങ് കേരളത്തിലേക്ക് വന്നത്, ഇന്ത്യയിലേക്ക് വന്നത് ഇവിടെയുള്ള മൂല്യപ്പെട്ട വസ്തുക്കൾ കൊണ്ടുപോവാനല്ല, നമ്മുടെ നാട്ടിൽ അലിഞ്ഞു ചേരാനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അവർ കല്യാണം കഴിച്ചു, ഇവിടെ പ്രബോധനം ചെയ്തു, ഇവിടെ ബറക്കത്തുണ്ടായി, ഇവിടെ നിഅമത്തുണ്ടായി. അതുകൊണ്ട് ഖൈറുല്ലാഹ്, അല്ലാഹു അനുഗ്രഹം ചെയ്ത നാട് എന്ന അർത്ഥത്തിൽ കേരള എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. സ്വഹാബ, the companions are the greatest third miracle. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ നിന്ന് മൂന്നാമത്തെ അത്ഭുതമാണ്. അദ്ദേഹം പറയാണ്, സ്വഹാബ, the companions are the third greatest miracle of the Prophet sallallahu alaihi wasallam. കാരണം പറഞ്ഞത്, he converted uncultured and civilized barbarians of Arab. അറബികളിലെ സംസ്കാരശൂന്യരായ വിവരദോഷികളായ ആടിനെ മേച്ചിരുന്ന ഒരു കൂട്ടം ബാർബേറിയൻസ്, അവരെയാണ് വിപ്ലവത്തിന്റെ നായകന്മാരാക്കി, ലോകം കണ്ട നീതിയുടെ നേതാവാക്കി, ലോകം കണ്ട പരിഷ്കർത്താക്കളാക്കി, നവോത്ഥാന നായകന്മാരാക്കി മാറ്റിയത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങളുടെ മുഅ്ജിസത്തിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കളാണ്, ഹബീബിന്റെ കമ്പാനിയൻസ് ആണ് എന്ന് മഹാന്മാരായ നേതാക്കന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇച്ചിലങ്കോട് സ്വദേശികളായ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. എന്റെയും തറവാട് എടുത്തു നോക്കുമ്പോ ഈ ഭാഗത്ത് തന്നെയാണ്. അല്ലാഹുവിന്റെ വിധിയെന്ന് നമ്മൾ പറയണം. ഒരുപാട് തവണ പലരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി ഇന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ്. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ ഖളാഅാണ്. സത്യത്തിൽ ഇന്ന് ഞാൻ പ്രഭാഷണം നടത്തേണ്ടത് ഉദുമ എന്ന് പറയുന്ന ഒരു ഉറൂസിന്റെ പരിപാടിക്കാണ്. 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചു, ഫോൺ ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം, എന്താണ് സബ്ജക്ട് എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവർ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നോക്കണം, നമ്മൾ
ഡിസംബർ മാസത്തിൽ ബുക്ക് ചെയ്ത പരിപാടിയാണ്. അതിനു മുമ്പ് നമ്മുടെ ഫെബ്രുവരിയിലൊക്കെ ഒരുപാട് തവണ ഉസ്താദുമാർ, ഖതീബ് ഉസ്താദ് വിളിച്ചിട്ടുണ്ട്, കമ്മിറ്റിക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് അറിയിച്ചുകൂടെ? ഒരുപാട് ആളുകൾ അങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്കൊന്ന് അറിയിച്ചുകൂടെ? അവരൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഫോൺ കട്ട് ചെയ്തു. ഇനി നമ്മൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു ഉസ്താദ് ഏറ്റെടുത്ത പരിപാടിക്ക് വന്നില്ലെങ്കിൽ സംഘാടകരുടെ വിഷമം എന്താ? എന്തൊക്കെയാണ് ഉസ്താദുമാരെ കുറ്റം പറയാ, അല്ലേ? ഏറ്റെടുത്തിട്ട് വരാതിരിക്കുക, പിന്നെന്തിനാണ് ഏറ്റെടുക്കുന്നത്? കഴിയുന്നെങ്കിൽ ഏറ്റെടുത്താ പോരെ എന്നൊക്കെ സംഘാടകർ പൊതുവെ ചോദിക്കാറുണ്ട്. ഞാൻ ഉംറക്ക് പോയി തിരിച്ചു വന്ന് എന്നെനിക്ക് കാഞ്ഞങ്ങാട് അതിഞ്ഞാലിൽ ഉറൂസിൽ പങ്കെടുക്കാനുണ്ട്. 15 ദിവസത്തെ ട്രിപ്പ് എന്റെ ഒരു സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ റമീസ് അതിഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനോടുള്ള സ്നേഹം കൊണ്ട് 10 ദിവസമാക്കി ചുരുക്കി ഞാൻ അതിഞ്ഞാൽ ഉറൂസിന് പങ്കെടുക്കാൻ വേണ്ടി വന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇന്നമാ ഖുദ്ദിറ വാജിബ് വ ഇന്നമാ സുഖിറ മുൻതദർ. അല്ലാഹുവിന്റെ കൽപ്പന നമ്മൾക്ക് മറികടക്കാൻ പറ്റുകയില്ലല്ലോ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. അല്ലാഹുവിന്റെ ഖളാഇനെ മറികടക്കാൻ നമ്മൾക്ക് പറ്റില്ല. അന്ന് എയർ ഇന്ത്യ എന്ത് ചെയ്തെന്നറിയോ? എയർ ഇന്ത്യയുടെ എൻജിൻ കേടായി. അന്ന് ഞാൻ എയർപോർട്ടിൽ താമസിച്ചു. പിറ്റേ ദിവസം രാത്രിയാണ് എനിക്ക് വരാൻ പറ്റിയത്. നാട്ടിൽ ചില ആളുകൾ പറഞ്ഞു, ഉസ്താദ് ഏറ്റെടുത്തിട്ട് വന്നിട്ടില്ലല്ലോ. എന്നാൽ അതേ ഒരു സമയം ഡിസംബറിൽ ബുക്ക് ചെയ്ത വേറൊരു പ്രോഗ്രാം, അതിനുശേഷം 2ഉം 3ഉം തവണ വിളിച്ചു, ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പരിപാടിയുടെ ദിവസം വിളിക്കുമ്പോൾ പരിപാടി ക്യാൻസലാണ്. ഈ ഒരു അവസ്ഥ നമ്മുടെ സംഘാടകരും, ഇത് ഞാൻ പറയുന്നത്, ഇത് ഓൺലൈനിൽ വീക്ഷിക്കുന്ന ആളുകളുണ്ട്, ഇത് നാളെ യൂട്യൂബിൽ കയറാനുള്ള പ്രഭാഷണമാണ്. എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധവശാലോ അല്ലെങ്കിൽ സാങ്കേതിക കാരണത്താലോ ഏതെങ്കിലും ഒരു ഉസ്താദുമാർക്ക് പരിപാടി ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ദയവ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യം ബോധവാന്മാരായിരിക്കണം. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു. എന്റെ അഭിവന്ദരായ, ഞാൻ ഏറ്റവും ആദരവോടെ കാണുന്ന, ജീവിതത്തിൽ മാതൃകയാക്കേണ്ട എന്റെ വല്യുപ്പ ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, മമ്മിഞ്ഞി ഹാജി എന്ന് പറയുന്ന എന്റെ ചെറുപ്പകാലം, ഒരുപാട് കാലം എനിക്ക് കാണാനോ കൂടുതൽ ബന്ധപ്പെടാനോ അവസരം ലഭിച്ചില്ലെങ്കിലും എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടുവളർന്ന എന്റെ വല്യുപ്പ, ഇബാദത്തുമായി ജീവിച്ച എന്റെ വല്യുപ്പ, എനിക്ക് പറയുമ്പോൾ തന്നെ വിഷമം വരികയാണ്. നിസ്കാരത്തിലേക്ക് കൈ കിട്ടിയാൽ അരമണിക്കൂറും 1 മണിക്കൂറും ദിക്റും ഇബാദത്തും ചെയ്ത് നിസ്കാരപ്പായയിൽ നിന്നടിക്കാത്ത, ആർക്കും ഒരു കുറ്റം പോലും പറയാനില്ലാത്ത അദ്ദേഹം അവിടെ കിടക്കുകയാണ്. ഈ ഒരു സദസ്സിന്റെ പുണ്യം, ഈ ഒരു സദസ്സിന്റെ ബറക്കത്ത് എന്റെ ആ ഒരു പൂപ്പയുടെ ഖബറിലേക്ക് പ്രത്യേകിച്ച് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. വളരെ പ്രതീക്ഷയോടെ ഞങ്ങളെ വളർത്തി, ഞങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു നമ്മൾക്കൊക്കെ ഇരു ലോകത്തും അർഹമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി. ഒരു മുഅ്മിനായ സഹോദരൻ അയാൾ മരിച്ചാലും മരിക്കാത്ത ചില നന്മകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചാലും മരിക്കാത്ത 3 നന്മകൾ, അത് നമ്മൾക്കറിയുന്ന കാര്യമാണ്. എന്തൊക്കെയാണത്? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഇൽമുൻ നാഫിഉ വസദഖത്തുൻ ജാരിയ. ജാരിയായ സദഖയും നാഫിയായ ഇൽമും സ്വാലിഹായ മക്കളും നമ്മൾ മരിച്ചാലും മരിക്കാത്ത നന്മയാണല്ലോ. ഹബീബ് പറയുന്നു, നീണ്ട ഒരു ഹദീസ് പറയുന്നുണ്ട്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതി. ഒരാൾ മരിച്ചാൽ അവരുടെ ഖബറിടങ്ങളിലേക്ക് കടന്നു പോകുന്ന നന്മകൾ എന്തൊക്കെയാണ്? ഇൽമൻ അല്ലമ, പഠിക്കുന്ന കാലത്തോ പഠിപ്പിക്കുന്ന കാലത്തോ നമ്മൾ പഠിപ്പിച്ചു വെച്ച ഇൽമുകൾ അത് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരാനുള്ളതാ. ഈ വഅലുകളും ഇതിന്റെ സദസ്സുകളുമെല്ലാം നാളെ നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരേണ്ട ഇൽമുകളാണ്, അമലുകളാണ്. അയാൾ പറയുന്ന ഉസ്താദിന് മാത്രമല്ല, ഇത് കേൾക്കുന്ന ആളുകൾക്കും നാളെ മരിച്ചുപോയാൽ ഖബറിലേക്ക് വരുന്ന നന്മയാണിത്. എങ്ങനെയാണ് ശ്രോതാക്കളുടെ ഖബറിടങ്ങളിലേക്ക് ഇത് കടന്നു വരുന്നത്? വഅദ് കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് ചെന്നു, വീട്ടിലുള്ള ഭാര്യയെ ഉപദേശിച്ചു. ഇന്നത്തെ വഅദിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. വീട്ടിലുള്ള മക്കളോട് പറഞ്ഞു, ഇന്നത്തെ വഅദിൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾക്ക് നന്നാവണ്ടേ, നമ്മൾക്കൊരു മാറ്റം വരണ്ടേ
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കണ്ടേ. അതുകൊണ്ട് നാളെ മുതൽ എല്ലാ ചിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നന്മയുടെ പാന്താവിലേക്ക് നമ്മൾക്ക് കടന്നു പോവണല്ലോ എന്ന് മക്കളോട് പറയുന്ന ഉപ്പ. അവൻ പഠിച്ച ഇൽമ് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് മക്കളാവട്ടെ, അത് ഉമ്മയാവട്ടെ, അത് കുടുംബമാവട്ടെ, അവരുടെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം, വവലദൻ സാലിഹൻ തറക. നമ്മൾ നാളെ മരിച്ചു പോകുമ്പോ സ്വാലിഹീങ്ങളായ മക്കളെ നമ്മൾക്ക് വേണമല്ലോ. 4 5 മക്കളുള്ള ഏതെങ്കിലും ഒരു മക്കൾ സ്വാലിഹായി മാറിയാൽ നാളെ നമ്മുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു തരുന്ന മുതൽക്കൂട്ടാണത്, നന്മയാണത്. ആ ഒരു വിഷയത്തെ കുറിച്ചാണല്ലോ നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. മഹ്ശറയിൽ ഉപകരിക്കുന്ന മക്കൾ, മഹ്ശറയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും അർശിന്റെ തണല് വാങ്ങിച്ചു തരുന്ന മക്കൾ. മരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇട്ടേച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കൾ നമ്മുടെ ഖബറിലേക്കാണ് നാളെ കടന്നു വരുന്നത്. നന്മകൾ മുറിയൂല. നമ്മൾ അധ്വാനിച്ചതല്ലാതെ ഒന്നും നമ്മൾക്ക് ലഭിക്കില്ലല്ലോ. നമ്മൾ അധ്വാനിച്ചതേ നമ്മൾക്ക് ലഭിക്കുള്ളൂല്ലോ. അതാണല്ലോ ഉറപ്പായ അമല്. നാളെ നമ്മൾ ഖബറിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾക്ക് ഉറപ്പുള്ളത് നമ്മുടെ അമല് മാത്രമാണ്. പക്ഷേ സ്വാലിഹായ മക്കൾ ഇവിടെ നമ്മൾ മരിച്ചാലും ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഖബറിലേക്ക് കടന്നു വരുന്നത് നിരന്തരമായ നന്മകളാണ്. മകൻ നിസ്കരിക്കുമ്പോൾ അതിന്റെ പുണ്യം ഉപ്പയുടെ ഖബറിലേക്കാണ്, ഉപ്പാപ്പയുടെ ഖബറിലേക്കാണ്. മകനൊരു ഖുർആൻ ഓതുമ്പോൾ അതിന്റെ നന്മയും ഉപ്പയുടെ ഖബറിലേക്ക് കടന്നു വരും, ഉമ്മയുടെ ഖബറിലേക്ക് കടന്നു വരും. ഇത് തമാശയല്ല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കുകളാണത്. മരിച്ചാലും മരിക്കാത്ത നന്മകളാണത്. അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾക്ക് പോവാനുണ്ട്. മൂന്നാമതായി പറഞ്ഞത് ഔ മുസ്ഹഫൻ വറസ. ഒരാളൊരു മുസ്ഹഫ് വാങ്ങി എന്നിട്ട് പള്ളിയിലേക്ക് ഏൽപ്പിച്ചു, അവിടെ വഖഫ് ചെയ്തു. ആരൊക്കെയാണോ ആ മുസ്ഹഫിലൂടെ ഓതുന്നത്, ആരൊക്കെയാണോ അതിൽ നിന്ന് പാരായണം ചെയ്യുന്നത്, ആരൊക്കെയാണോ പഠിക്കുന്നത്, അത്രയും കാലം അവൻ മരിച്ചാൽ ആ മുസ്ഹഫുള്ള കാലത്തോളം അവന്റെ ഖബറിലേക്ക് നന്മകൾ കൂമ്പാരമായി കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ മുസ്ഹഫൻ വറസ. അനന്തരമായി ആർക്കെങ്കിലും മക്കൾക്കോ സ്ഥാപനങ്ങൾക്കോ മുതഅല്ലിമീങ്ങൾക്കോ കുടുംബക്കാർക്കോ നമ്മൾ ഏൽപ്പിച്ചു പോകുന്ന മുസ്ഹഫ് അത് ഓതുന്ന കാലത്തോളം നമ്മുടെ ഖബറിലേക്ക് നന്മകൾ കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാർക്കുണ്ട്, മോഡേൺ ചെറുപ്പക്കാർ നമ്മൾക്കുമുണ്ട് ഖബറിലേക്ക് വരാനുള്ള നന്മകൾ. ഖുർആനിന്റെ ആപ്പുകൾ നമ്മൾക്ക് നിർമ്മിക്കാലോ. എന്തൊക്കെയോ ആപ്പുകൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. അതിലൊരു ഖുർആനിന്റെ ആപ്പുകൾ നമ്മൾ നിർമ്മിച്ചു. എന്നിട്ട് പ്ലേ സ്റ്റോറിൽ നമ്മൾ അപ്ലോഡ് ചെയ്തു. ആരൊക്കെയാണോ അത് ഡൗൺലോഡ് ചെയ്യുന്നത്, ആരൊക്കെയാണോ അതിൽ നിന്ന് ഖുർആൻ പഠിക്കുന്നത്, ആരൊക്കെയാണോ ഖുർആൻ ഓതുന്നത്, അതിന്റെ പ്രതിഫലമെല്ലാം അല്ലാഹു നൽകുന്നത് അത് ആരാണോ നിർമ്മിച്ചത് ആ ഒരു വ്യക്തിക്കാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളും നമ്മുടെ സ്മാർട്ട് ഫോണുകളും നന്മയ്ക്ക് ഉപയോഗിക്കാനുള്ള ഡിവൈസുകളാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഔ മുസ്ഹഫൻ വറസ ഔ മസ്ജിദൻ ബനാ. പള്ളി നിർമ്മിച്ചാൽ അതും നാളെ നമ്മുടെ ഖബറിലേക്ക് വരാനുള്ളതാ. ഉസ്താദ് പറഞ്ഞുവല്ലോ, ചെലവ് വന്നിട്ടും അറബിയുടെ ആവശ്യമില്ലാതെ മനോഹരമായ പള്ളി നിർമ്മിച്ചുവെന്ന്. ആരൊക്കെയാണ് പള്ളിക്ക് സഹായിച്ചത്, ആരൊക്കെയാണ് ആയിരങ്ങൾ കൊടുത്തത്, ആരൊക്കെയാണ് 10,000 കൊടുത്തത്, ആരൊക്കെയാണ് ലക്ഷങ്ങൾ കൊടുത്തത്, അതൊക്കെ നിരന്തരമായി ഖബറിലേക്ക് വരുമെന്ന് മാത്രമല്ല, മൻബന മസ്ജിദൻ ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി ഒരാൾ പള്ളി നിർമ്മിച്ചാൽ, പള്ളി നിർമ്മിക്കാൻ നാട്ടുകാരായ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കഴിഞ്ഞെന്ന് വരില്ല അല്ലെ? എല്ലാവർക്കും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പള്ളി നിർമ്മിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ നാട്ടുകാരായ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു പള്ളി നിർമ്മിക്കുക. ഒരു മാടപ്രാവിന് നിൽക്കാനുള്ള അത്ര സ്ഥലം ഒരു പള്ളിക്ക് വേണ്ടി ഒരാൾ സഹായിച്ചാൽ, ആയിരങ്ങൾ നൽകിയോ 10,000 നൽകിയോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പള്ളിക്ക് വേണ്ടി ഒരാൾ സഹായിച്ചാൽ, അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് ഒരു ഭവനം നിർമ്മിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി. അവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ.
നമ്മളെല്ലാവരും പള്ളി നിർമ്മിക്കാൻ സഹായിച്ച ആളുകളാണല്ലോ, ഭാഗ്യവാന്മാരല്ലേ നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ലേ. എന്താണ് അതിന്റെ അർത്ഥം? എന്താ? അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് ഒരു പള്ളി നിർമ്മിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നരകത്തിലേക്ക് പോയാൽ പിന്നെ ആ വീട് കൊണ്ട് നേട്ടമുണ്ടോ? നമ്മൾ നരകത്തിലും നമ്മൾക്ക് വേണ്ടി നിർമ്മിച്ച പള്ളി, നമ്മൾക്ക് വേണ്ടി നിർമ്മിച്ച വീട് സ്വർഗത്തിലും ഉണ്ടായാൽ അതുകൊണ്ട് വല്ല നേട്ടവുമുണ്ടോ? അതുകൊണ്ട് ഒരാൾ ഒരു പള്ളിക്ക് വേണ്ടി സഹായിച്ചാൽ അല്ലാഹു അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഈ ഹദീസുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് പോകണം. ഭാര്യമാരോടൊത്ത്, മാതാപിതാക്കളോടൊത്ത്, മക്കളോടൊത്ത്, കുടുംബങ്ങളോടൊത്ത് സ്വർഗത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകണം. അതിനൊരു കാരണമാക്കി അല്ലാഹു നമ്മുടെ സദസ്സിനെ മാറ്റുമാറാവട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഔ മസ്ജിദൻ ബനാ, പള്ളി നിർമ്മിക്കാൻ സഹായിച്ചാൽ അല്ലാഹു അയാൾക്ക് ഖബറിലേക്ക് നന്മകൾ കൊണ്ടുവരും. ആരൊക്കെയാണ് നിസ്കരിക്കുന്നത്? ആരൊക്കെയാണ് അവിടെ ഖുർആൻ ഓതുന്നത്? ആരൊക്കെയാണ് അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നത്? ആരൊക്കെയാണ് അവിടെ പ്രഭാഷണം നടത്തുന്നത്? അല്ലേ, എത്ര നന്മകളാണ്! ആ നന്മകളെല്ലാം ഖബറിലേക്ക് കടന്നു വരും. അല്ലാഹു നമ്മുടെ നന്മകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. വല്ലാത്ത ചൂടാണല്ലോ, വല്ലാത്ത വെയിലാണല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ചൂടാണല്ലോ. സൂര്യാഘാതമേറ്റുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. വെറുതെയല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, നിങ്ങൾ പാട്ടുകാരികളായ സ്ത്രീകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, സ്റ്റേജിൽ കയറി നൃത്തം വെക്കുന്ന പെൺകുട്ടികളുണ്ടായാൽ, അതേപോലെ പാട്ട് കേൾക്കാൻ തുടങ്ങിയാൽ, സിനിമയുടെ അഡിക്റ്റായി പോയാൽ, നൃത്തം വെക്കുന്ന, ഡാൻസ് ചെയ്യുന്ന, പാട്ട് പാടുന്ന പെൺകുട്ടികൾ ഉണ്ടായാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ശക്തമായ തീക്കാറ്റുകൾ നൃത്തം വെക്കുമ്പോൾ ചോദിച്ചു വാങ്ങിയതാണ് ഈ സൂര്യാഘാതങ്ങളൊക്കെ. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. ഭൂകമ്പങ്ങൾ ഉണ്ടാകും, നിരന്തരമായി ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വാക്കുകളാണ്. കള്ളു കുടിക്കാൻ തുടങ്ങിയാൽ, പെണ്ണുങ്ങളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ഉയർത്തിക്കളഞ്ഞാൽ, സ്റ്റേജിൽ കയറി പാട്ടുപാടുന്ന പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ വളർന്നു വന്നാൽ, അതേപോലെ മ്യൂസിക്കുകളും ഹെഡ്ഫോണുകളും വെച്ചുകൊണ്ട് പാട്ട് കേൾക്കുന്ന ചെറുപ്പക്കാർ വന്നാൽ, ശക്തമായ തീക്കാറ്റുകൾ ഉണ്ടാകും. AC വർക്ക് ചെയ്യില്ല. അത് കാറിലാണെങ്കിലും ശരി, അത് വീടിന്റെ അകത്തളങ്ങളിലാണെങ്കിലും ശരി, എത്ര വലിയ കമ്പനി വാങ്ങിച്ചാലും AC പോലും വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിപ്പോയത് വെറുതെയല്ല. അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങിയാൽ അല്ലാഹു നമ്മളെ മറക്കുകയാണ്. ഇന്നാ നസീനാകും കമാ നസൂനാ, നിങ്ങൾ എന്നെ മറന്നതുപോലെ ഞാൻ നിങ്ങളെയും മറക്കാൻ പോവുകയാണെന്ന് അല്ലാഹു പറയുന്നുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആനിലൂടെ. ഇന്നാ നസീനാകും, ഞാൻ നിങ്ങളെ മറക്കുകയാ. എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിനെ നമ്മൾ മറക്കാൻ തുടങ്ങി. അല്ലാഹുവിനെ പേടിയില്ലാതെ വന്നു. മഹാന്മാരെ ബഹുമാനിക്കാതിരിക്കാൻ തുടങ്ങി. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കുകയും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാതിരിക്കുകയും കാരുണ്യം ചെയ്യേണ്ടവരോട് കാരുണ്യം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ അപകടങ്ങൾ വരുന്നത്. നിരന്തരമായ അപകടങ്ങൾ. അത് ഭൂകമ്പങ്ങളിലൂടെ ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, ആഴ്ചകളായി കുടിക്കാൻ വെള്ളമില്ല, ഇനിയും എനിക്ക് സഹിക്കാൻ കഴിയില്ല, എന്നെ തിരിഞ്ഞു നോക്കാൻ ആളുകളില്ലല്ലോ, ആരാണ് എനിക്ക് ഭക്ഷണം തരുന്നത്? ഇനിയും ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷ വരാതിരിക്കുമ്പോ ഒരു തുണ്ട് കഷ്ണത്തിൽ, ഒരു തുണ്ട് വള്ളിയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന പെണ്ണുങ്ങൾ വർദ്ധിച്ചു വന്നു. എന്തേ കാരണമെന്നറിയോ? പാവങ്ങളെ സഹായിക്കാൻ ആളുകളില്ല. എല്ലാവരും രാഷ്ട്രീയത്തിന്റെ തിരക്കില, എല്ലാവരും വോട്ട് പിടിക്കുന്നതിന്റെ തിരക്കില, എല്ലാവരും സ്ഥാനാർത്ഥിയായി അതിന്റെ വേണ്ടി മത്സരിക്കുന്നതിന്റെ തിരക്കില. ആരും ജനങ്ങളെ സഹായിക്കാനോ അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്യാനോ ആളില്ല. മുതലാളിമാർക്ക് വീണ്ടും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കളൊക്കെ മത്സരിക്കുമ്പോ പാവങ്ങളായ ആളുകളെ എഴുതിത്തള്ളിക്കളയുന്ന വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിപ്പോവുകയാണല്ലോ. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ഏതായാലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഔ ബൈതൻ ലിബ്നി സബീലി ബനാ, ശക്തമായ ചൂട്ടിൽ ഒന്ന് വിശ്രമിക്കാൻ ഒരു ബസ് സ്റ്റാൻഡ്,
അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കുടിക്കാനൊരു വെള്ളം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കൂളിംഗ് വാട്ടർ, വെള്ളം കൊടുക്കുക, കുടിക്കാനുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുക. വെയിലേറ്റ് വിയർത്ത് കുളിച്ച് നടന്നു പോകുന്ന വഴിപോക്കന്മാർ, അവർക്കൊന്ന് തണല് കൊള്ളാൻ എവിടെയെങ്കിലും ഒരു മുറി അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ഫാൻ, ഇതൊക്കെ വെച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഖബറിലേക്ക് നിരന്തരമായി നന്മകൾ കടന്നു വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ നഹ്റൻ അജ്റാ, അല്ലെങ്കിൽ നാട്ടിലാർക്കെങ്കിലും ഒരു പുഴ ഒഴുകി കൊടുത്താൽ അത് സാധ്യമല്ല എങ്കിൽ വെള്ളമില്ലാത്ത ആളുകൾക്ക് ഒരു കുഴൽ കിണർ നമ്മൾ നിർമ്മിക്കാൻ സഹായിച്ചാൽ, വെള്ളമില്ലല്ലോ, എവിടെ നോക്കിയാലും വെള്ളമില്ല, കിണറെല്ലാം വറ്റിത്തുടങ്ങി, കുഴൽ കിണറും വറ്റിത്തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെള്ളമില്ലാത്ത വീട്ടുകാരെ സഹായിക്കാൻ നമ്മളായിട്ടൊരു 10,000 ഒരു കുഴൽ കിണർ കുടിച്ചോ. നാട്ടുകാരെല്ലാം ഒരുമിച്ചുകൂടി ഒരു 5-6 ആളുകൾ 10,000 നൽകി, വെള്ളമില്ലാത്ത വീട്ടുകാർക്ക് ഒരു 60,000 രൂപ നൽകി, എന്നിട്ടൊരു കുഴൽ കിണർ നിർമ്മിക്കാൻ സഹായിച്ചാൽ എത്ര കാലമാണോ ആ കിണറിൽ നിന്ന് വെള്ളം കോരുന്നത്, എത്ര കാലമാണോ വെള്ളം ഉപയോഗിക്കുന്നത്, അത്ര കാലം ഖബറിലേക്ക് നന്മകളുടെ തുടർച്ചയായ നിരന്തരമായ നന്മകൾ കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നാളെ മഹ്ശറയിലെത്തുമ്പോ അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അടിമകളായ ഞങ്ങളോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇസ്തസ്ഖൈതുക, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചുവല്ലോ, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചുവല്ലോ, ഫലം തുസ്ഖിനി, നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ, ഞാനല്ലേ നിന്നോട് വെള്ളം ചോദിച്ചത്. യാ റബ്ബൽ ആലമീൻ, പടച്ച റബ്ബേ, നീ എന്നോട് വെള്ളം ചോദിക്കുകയോ, നീയല്ലേ മഴ നൽകുന്നത്, നീയല്ലേ വെള്ളം നൽകുന്നത്, നീയല്ലേ ഭക്ഷണം നൽകുന്നത്, നീയല്ലേ സമ്പത്ത് നൽകുന്നത്, ആ പടച്ച റബ്ബ് എന്നോട് വെള്ളം ചോദിക്കുകയോ എന്ന് ചോദിക്കുമ്പോഴാണ് പടച്ച റബ്ബ് പറയുന്നത്, നാടിന്റെ അയൽവാസികളായ ആളുകൾ, കുടുംബക്കാരായ ആളുകൾ, ദരിദ്രരായ ആളുകൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത് നീ കണ്ടപ്പോൾ അവർക്കൊന്ന് വെള്ളം നൽകിയിട്ടുണ്ടോ, അവരെ ഒന്ന് സഹായിച്ചിട്ടുണ്ടോ എങ്കിൽ അങ്ങനെ വെള്ളം കൊടുക്കാനും വെള്ളം കൊണ്ട് സഹായിക്കുവാനും നീ തയ്യാറായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു. അയൽവാസിയല്ല വെള്ളം ചോദിച്ചത് ഞാനാണ്, കുടുംബക്കാരല്ല അവിടെ പട്ടിണി കിടന്നത് ഞാനാണ്, നാട്ടുകാരല്ല ദാഹം സഹിച്ചത് ഞാനാണ്. ആ സമയത്ത് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ എനിക്ക് വെള്ളം തരുന്നതിന് സമമായിരുന്നു എന്ന് അല്ലാഹു നാളെ മഹ്ശറയിൽ പറയുമെന്ന് പരിശുദ്ധ ഹബീബുനാ വ മുൻജീനാ റസൂലുള്ളാഹ്. എന്നിട്ട് ഹബീബ് പറയാണ്, ഔ സ്വദഖതൻ അഖ്റജഹാ മിൻ മാലി, അവന്റെ സമ്പത്തിൽ നിന്ന് ആരാണ് സ്വദഖ നൽകിയത്, ആരാണ് സ്വദഖ നൽകിയത്. അഗതി മന്ദിരം ഇവിടെ തുടങ്ങാൻ പോവാണ്, അനാഥ അഗതി മന്ദിരം ഇവിടെ തുടങ്ങാൻ പോവാണ്. നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക് അതിലേക്കൊരു ഷെയർ കൂടണം, ഇല്ലേ? എന്ത് കച്ചവടം തുടങ്ങുമ്പോഴും എന്റെ ഒരു ഷെയർ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ഷെയർ നിക്ഷേപിക്കുന്ന ചെറുപ്പക്കാരാ, ഷെയർ നിക്ഷേപിക്കുന്ന ഉപ്പമാരെ, ഒരു ഷെയർ കൂടി നിക്ഷേപിച്ചേക്ക്. ഇനി വരാനിരിക്കുന്ന അഗതി മന്ദിരമുണ്ട്, അനാഥ അഗതി മന്ദിരമുണ്ട്. എത്ര കാലമാണോ പാവങ്ങൾക്ക് അവിടെ ഭക്ഷണം നൽകുന്നത്, പാവങ്ങൾക്ക് അവിടെ വസ്ത്രം നൽകുന്നത്, പാവങ്ങൾക്ക് അവിടെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അത്രയും കാലം നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് നന്മകൾ വരികയാണ്. ആരൊക്കെയാണോ അവിടെ പഠിക്കുന്നത്, എത്ര മക്കളാണോ പഠിക്കുന്നത്, ആയിരക്കണക്കിന് മക്കൾ അവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയാലും എല്ലാവരുടെയും നന്മകൾ വരുന്നത് ആ സഹായിച്ച ആളുകളുടെ ഖബറുകളിലേക്കാണ്. ഈ ഷെയർ ചെയ്യാൻ ആരും മറക്കാൻ പാടില്ല. ഇത് വല്ലാത്തൊരു ഷെയറാണ്, ഇത് നാളെ ആഖിറത്തിലേക്കുള്ള ഡെപ്പോസിറ്റ് ആണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത്രയും കാര്യങ്ങൾ നാളെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു വിഷയത്തെ കുറിച്ച്. നമ്മൾ മരിക്കുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ കൺമണികൾ നമ്മൾക്കുണ്ടോ, നമ്മൾ രക്ഷപ്പെട്ടു. ദുആ ചെയ്യണം. എന്താണ് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ അറിയുന്ന ആൾക്കാർക്ക് പൊക്കെ, ഈ ദുആ കാണാതെ അറിയുന്ന ആളുകൾ
പഴയ 4-5-10 ആളുകൾക്ക് മാഷാ അല്ലാഹ്, എന്നാലും കുറെ ആളുകളുണ്ട് അൽഹംദുലില്ലാഹ്. ഇത് പഠിക്കണം ചെറുപ്പക്കാർ, ഈ ദുആ പഠിക്കണം ചെറുപ്പക്കാരികൾ. ഈ ദുആ പഠിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ദുആ? റബ്ബനാ ഹബ് ലനാ, പടച്ച റബ്ബേ നീ എനിക്ക് നൽകണം, മിൻ അസ്വാജിനാ, എന്റെ ഭാര്യമാരെ എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഇത് കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമുള്ള ദുആ അല്ല, കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരും ദുആ ചെയ്യണം. പടച്ച റബ്ബേ എനിക്ക് സ്വാലിഹായ ഭാര്യയെ നൽകണം, സ്വാലിഹത്തായ ഭാര്യയെ നൽകണം അല്ലാഹ്. ഒരു പെണ്ണ് ദുആ ചെയ്യണം, പടച്ച റബ്ബേ സ്വാലിഹായ ഭർത്താവിനെ തരണം അല്ലാഹ്. എന്നിട്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞാലും ദുആ ചെയ്യണം, സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. ഒന്ന് പഠിച്ചുകൂടെ ചെറുപ്പക്കാരായ? എത്ര സിനിമയുടെ ഡയലോഗുകൾ നമ്മൾ പഠിക്കാറുണ്ട്, എത്ര ഗാനങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഹിന്ദി അറിയാത്തവൻ, ഹിന്ദി വായിൽ ഒന്ന് സംസാരിക്കാൻ കഴിയാത്തവൻ വരെ ഹിന്ദി സിനിമാ ഗാനങ്ങൾ പാടി നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണത് പാടാൻ കഴിഞ്ഞത്? എങ്ങനെയാണത് പഠിക്കാൻ കഴിഞ്ഞത്? അതിനോടുള്ള താല്പര്യം കൊണ്ടാണ്. ആ താല്പര്യത്തിന്റെ ഒരു 50% നമ്മുടെ ഖുർആനിലേക്ക് മാറ്റിവെക്കുമ്പോ ഈ ദുആ നമ്മൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ദുആ ചെയ്യണം നമ്മൾ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ, പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നൽകണേ, ഖുർറത അയുൻ, കൺകുളിർമയുള്ളവരെ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ അല്ലാഹ് എന്ന് ഓരോ ആളുകളും ദുആ ചെയ്യണം. ഓരോ നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. രാത്രിയിലൊരു സമയമുണ്ട്, രാത്രിയിലൊരു സമയമുണ്ട്. അവിടെ അല്ലാഹുവിന്റെ ആ സമയത്ത് ഒരടിമ ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആഇനെ തട്ടിക്കളയില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. രാത്രിയിലൊരു സമയമുണ്ട്, എല്ലാ ദിവസവും ആ സമയം നിലനിൽക്കുന്നു. ഇന്നുണ്ട്, നാളെയുണ്ട്, മറ്റേനാളുമുണ്ട്, തുടർച്ചയായ എല്ലാ ദിവസങ്ങളിലും ഒരു സമയമുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും ഒരടിമ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ പടച്ച റബ്ബേ എന്റെ ദുആഇനെ സ്വീകരിക്കണേ എന്ന്, എന്റെ ആവശ്യങ്ങളെ വീട്ടിത്തരണേ എന്ന് ഏതെങ്കിലും ഒരടിമ ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആഇനെ സ്വീകരിക്കുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യണം. ഏതെങ്കിലും ഒരു ദിവസത്തെ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഹാനായ ഒരു സ്വഹാബി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീന മുനവ്വറയിലുള്ള ആ ഒരു പള്ളിയിലേക്ക് ചെന്ന് നിസ്കരിക്കാൻ ഇരിക്കുമ്പോഴാണ് ചെറിയ ഒരു കുട്ടി അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടിയാണ്, പ്രായപൂർത്തിയായിട്ടില്ല. അങ്ങനെ ഒരു കുട്ടി നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ വല്ലാത്ത ഖുശൂആണ്, ഭയഭക്തിയാണ്. നിസ്കാരത്തിലിരുന്ന് കളിയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ചങ്ങാതിമാരെ കുറിച്ചോ അല്ല ചിന്തിക്കുന്നത്. അല്ലാഹുവിനോടുള്ള ചിന്തയില, അല്ലാഹുമായിട്ടുള്ള സംസാരത്തില, വല്ലാത്ത ഖുശൂഅോടെ, വല്ലാത്ത ഭയഭക്തിയോടെ നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോഴാണ് മഹാനായ ഒരു സ്വഹാബി അടുത്തു ചെന്നുകൊണ്ട് ചോദിച്ചത്, യാ ഗുലാം, അല്ല നീ ആരാണ്? നീ ആരുടെ മകനാണ്? എവിടെന്നാ വരുന്നത് എന്ന് ചോദിച്ചപ്പോഴാ ആ കുട്ടി പറഞ്ഞത്, ഞാൻ യതീമാണ്, എനിക്ക് ഉപ്പയില്ല, എനിക്ക് ഉമ്മയില്ല. അപ്പോ ചോദിച്ചു, എന്നാ ഞാൻ നിന്നെ ഏറ്റെടുത്തോട്ടെ, നിന്റെ ചെലവുകൾ ഞാൻ വഹിക്കാം, നിനക്ക് ഭക്ഷണം ഞാൻ തരാം, നിനക്ക് വെള്ളം ഞാൻ തരാം, നിനക്ക് ചികിത്സ ഞാൻ തരാം, ഞാൻ ഏറ്റെടുത്തോട്ടെ. മഹാന്മാരായ സ്വഹാബാക്കൾ അങ്ങനെയാണല്ലോ. അവർക്കൊരു നന്മ ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ അവർ നഷ്ടപ്പെടുത്തൂല. കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട ചോദ്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യമാണ്. ായ കുട്ടി ആ ഒരു ഉപ്പയ്ക്ക് പിതൃതുല്യനായ ഒരു സ്വഹാബിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പറഞ്ഞുവല്ലോ എന്നെ പരിപാലിക്കാമെന്ന്, എനിക്ക് ഭക്ഷണം തരാമെന്ന്, എനിക്ക് വെള്ളം തരാമെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഹൽ ഇദാ മരിൽതു തശ്ഫീനി, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫാ തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ രോഗിയായാൽ എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ
ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം തരാൻ നിങ്ങൾക്ക് പറ്റുമോ? സുഖം നൽകാൻ നിങ്ങൾക്ക് പറ്റുമോ? സ്വഹാബി പറഞ്ഞു, ഇല്ല, എനിക്കത് പറ്റില്ല. അത് അല്ലാഹു ആണല്ലോ ശിഫ നൽകുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ച റബ്ബേ, നീയല്ലേ ആളുകൾക്ക് രോഗം നൽകുന്നത്, നീയല്ലേ ആളുകൾക്ക് ശിഫ നൽകുന്നത്. ഫമാ ഹാലുൽ അത്ബാ, ഡോക്ടർമാരുടെ ഡ്യൂട്ടി എന്താ? പിന്നെ എന്തിനാണ് ഈ ഡോക്ടർമാരൊക്കെ? മംഗലാപുരത്തേക്കൊന്ന് പോയി നോക്ക്, ചെറിയ ഒരു അസുഖം മതി, മംഗലാപുരം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്ക്. ഒരു ദിവസത്തേക്ക് ചാർജ് എത്ര? 25,000. 2 ദിവസം അഡ്മിറ്റ് ചെയ്താൽ 50,000. 3 ദിവസമായാൽ 1,00,000. എന്ത് ചെലവാണിത് നിങ്ങൾക്കറിയുമോ? ഒരു വാർഡിൽ നിൽക്കുന്ന ഒരാളുടെ ചെലവാണിത്. വാർഡിൽ നിന്ന് ഷെയർ ചെയ്ത് നിൽക്കുന്ന വാർഡിന്റെ ചെലവാണിത്. എന്നാൽ ഒരു റൂമിലേക്ക് മാറിയാലോ, ഒരു AC റൂമിലേക്ക് മാറിയാലോ, ടാബ്ലറ്റിന്റെയും മരുന്നിന്റെയും വിലകൾ ഡബിൾ വിലക്ക് വിൽക്കുകയാണെന്ന് മംഗലാപുരത്തൊക്കെ. മനുഷ്യന്മാരെ ചൂഷണം ചെയ്യ, മനുഷ്യന്മാരെ സമ്പത്തിനെ ചൂഷണം ചെയ്യ, രോഗികളെ ചൂഷണം ചെയ്യ. എന്ത് ലാഭമാണ് അതുകൊണ്ട് ലഭിക്കാനുള്ളത്? എന്ത് നേട്ടമാണ് അതുകൊണ്ട് ലഭിക്കാനുള്ളത്? ആംബുലൻസിന്റെ ഡ്രൈവർമാർക്ക് വിളിച്ചു പറയാ, എന്തെങ്കിലും സീരിയസ് ആക്സിഡന്റ് വന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം, അതിന് പകരം 5,000 രൂപ കമ്മീഷൻ കൊടുക്കുക. ഇതൊക്കെ നടക്കുന്നില്ലേ? മനുഷ്യന്മാരുടെ ജീവിതം വെച്ചുകൊണ്ട് കളിക്കുന്ന ഹോസ്പിറ്റലില്ലേ? മനുഷ്യന്മാരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഡോക്ടർമാരില്ലേ? എന്ത് നേട്ടം അതുകൊണ്ടുണ്ടാകും? ഒരു ഉപകാരവും അവന് ആ ഒരു സമ്പത്ത് കൊണ്ടുണ്ടാവൂല, ദുനിയാവിലും ഉണ്ടാവൂല, ആഖിറത്തിലും ഉണ്ടാവൂല. വെറുതെ മനുഷ്യന്റെ ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല. ഡോക്ടർമാരും ഹോസ്പിറ്റലിന്റെ മാനേജർമാരും അതിനെ നിയന്ത്രിക്കുന്ന ആളുകളും ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. ആരോടാണ് ഈ കളിക്കുന്നത്? ജീവിക്കാൻ വകയില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത, വെള്ളം കുടിക്കാൻ വകയില്ലാത്ത പാവങ്ങളെയാണല്ലോ ഈ ചൂഷണം ചെയ്യുന്നത്. വേണോ ഇത്? മുതലാളിമാരായ ഡോക്ടർമാർക്ക് വേണോ? മുതലാളിമാരായ മാനേജ്മെന്റിന് വേണോ? മുതലാളിമാരായ അതിന്റെ ഉത്തരവാദിപ്പെട്ട ആളുകൾക്ക് വേണോ? പാവങ്ങളോടൊരു മയം വേണ്ടേ? പാവങ്ങളോടൊരു സ്നേഹം വേണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന പാതയിലൂടെയല്ലേ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ സഞ്ചരിക്കേണ്ടത്? അല്ലാഹു നമ്മൾക്കൊക്കെ ബോധം നൽകുമാറാവട്ടെ. ഏതായാലും അല്ലാഹുവിനോട് ചോദിച്ചു, എന്തിനാണ് റബ്ബേ ഈ ഡോക്ടർമാർ? സാന്ദർഭികമായി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഉണർത്തട്ടെ. രോഗിയായാൽ ചികിത്സിക്കണം, അല്ല എന്നല്ല, ഹോസ്പിറ്റലിൽ പോവണം. എന്നാൽ അതിനേക്കാളൊക്കെ ശിഫ നൽകുന്ന ഒരു ആയുധമുണ്ട്. അത് സ്വതക്കയാണ്, അത് സ്വതക്കയാണ്. ഇത് വെറുതെ എന്ന് പറയുകയല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഹോസ്പിറ്റലിൽ പോയി 10,000ങ്ങളും ലക്ഷങ്ങളും മുടക്കുമ്പോ ഒരു 10,000 ഒരു യതീം ഖാനയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ദീനീ സ്ഥാപനങ്ങളിലേക്ക് നാട്ടുകാരെ അറിയിച്ചിട്ടല്ല, രഹസ്യമായി കൊടുത്തുകൊണ്ട് പടച്ച റബ്ബിനോട് കണ്ണുരുകി ദുആ ചെയ്തേക്ക്. അല്ലാഹു ആ രോഗത്തെ എത്രയും പെട്ടെന്ന് ശിഫ നൽകുമെന്ന് ഇത് ഞാനല്ല പറയുന്നത്, ഇത് പരിശുദ്ധ റസൂലുള്ളാഹ് ഹബീബിന്റെ വാക്കാണ്. നിങ്ങൾ പരീക്ഷിച്ചു നോക്കാം. ചാലഞ്ച്, ഒരു കുഴപ്പമില്ല, ഒരു വെല്ലുവിളിയായിട്ട് എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്. രോഗം വരുമ്പോഴേക്കും പോവാണ് ഹോസ്പിറ്റലിലേക്ക്, പോവണ്ട എന്നില്ല. പക്ഷേ ആ ഒരു ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോ ഒരു 5,000 ഒരു 10,000 ദീനിന്റെ ഭാഗത്തേക്ക് ആത്മാർത്ഥ ഹൃദയം കൊണ്ട് നാട്ടുകാരെ അറിയിക്കാതെ ഇഖ്ലാസോടെ കൊടുത്തു നോക്ക്. അല്ലാഹു ശിഫ തരും, ഉറപ്പാണ്. അല്ലാഹു ശിഫ തരും. ഇത് ഞാനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് രോഗം വന്നാൽ, നിങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ പിടിപെട്ടാൽ, സ്വതക്ക നൽകിക്കൊണ്ട് രോഗികളെ ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓർത്തു പോവുകയാണ്, ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ഓർത്തു പോവുകയാണ് ഒരു അനുഭവം. ഗൾഫുകാരനായ, ഗൾഫിൽ ജീവിക്കുന്ന പ്രവാസികളായ ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും കഥ ഒരു പത്രത്തിന്റെ കോളങ്ങളിൽ ഞാൻ വായിച്ചത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇവിടെ പിരിവൊന്നുമില്ല, പിരിവിന് വേണ്ടി പറയുകയുമല്ല. പിരിവ് നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യം കൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കണം. എന്നാലേ അല്ലാഹു പ്രീതി തരികയുള്ളൂ, അല്ലാഹു പ്രതിഫലം തരികയുള്ളൂ.
പറഞ്ഞു, 4 ആളുകൾ കാണാൻ വേണ്ടി ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് 10,000-ങ്ങളും ലക്ഷങ്ങളും ഞാൻ തരാമെന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി കൊടുത്താൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ശിക്ഷയല്ലാതെ നന്മ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ടേ വേണ്ട. നിങ്ങൾ കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുത്താൽ അള്ളാഹു പ്രതിഫലം തരുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. പ്രവാസികളായ ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും കഥ ഞാൻ ചുരുക്കിക്കൊണ്ട് വിവരിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ആ ഒരു പ്രവാസിയായ ഭർത്താവും ഭാര്യയും വീട്ടിലേക്ക് മടങ്ങുകയാ. ഡോക്ടർ പറഞ്ഞു തന്റെ ഭർത്താവിനോട്, നിങ്ങളുടെ ഭാര്യ മരിക്കാൻ പോവുകയാണ്, ഇനിയൊരു പ്രതീക്ഷയില്ല. തന്റെ കണ്ണിലുണ്ണിയായ, തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന, തന്റെ സ്നേഹത്തിന്റെ പ്രതീകമായ എന്റെ ഭാര്യ മരിക്കാൻ പോവുകയാണ്. ഏത് ചികിത്സ നടത്തിയാലും നിങ്ങൾക്ക് ശിഫയില്ല. രോഗത്തിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. നിങ്ങളുടെ ഭാര്യ മരണത്തോട് മല്ലിടുകയാണ്, മരിക്കാൻ പോവുകയാണെന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോ യാതൊരു സങ്കോചവുമില്ലാതെ, യാതൊരു നിരാശയുമില്ലാതെ, യാതൊരു പേടിയുമില്ലാതെ ഭാര്യയും ഭർത്താവും ഒരു കാറിലൂടെ വീട്ടിലേക്ക്, തന്റെ റൂമിലേക്ക്, തന്റെ മുറിയിലേക്ക് കടന്നു വരികയാ. അതിനിടയിൽ വിഷമത്തോടിരിക്കുന്ന ഭർത്താവിന്റെ മുഖം നോക്കിയിട്ടാണ് ആ ഭാര്യ ചോദിച്ചത്, പൊന്നു ഭർത്താവേ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാണ് രോഗമെന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ. എനിക്കല്ലേ രോഗം വന്നത്, ഞാനത് സഹിച്ചോളാം, നിങ്ങൾ കുഴപ്പമുണ്ടാക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനത് സഹിക്കാൻ തയ്യാറാണെന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാ. അങ്ങനെ വീട്ടിലേക്ക് എത്തി ഭർത്താവിനോട് സ്നേഹപൂർവ്വം പറഞ്ഞു, പൊന്നു ഭർത്താവേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങളത് ചെയ്തു തരുമോ? ഞാൻ നിങ്ങളോടൊരു ആവശ്യം ഉന്നയിക്കാനുണ്ട്. എന്താണ് നിനക്ക് വേണ്ടത്? ഭർത്താവ് ചോദിച്ചപ്പോൾ, ഭാര്യ ചോദിച്ചപ്പോൾ ഭർത്താവ് ഭാര്യയുടെ ആവശ്യം വീട്ടിക്കൊടുക്കുകയാണ്. എന്താണെന്നറിയോ ആ ഭാര്യയ്ക്ക് വേണ്ടത്? ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ, മാരകമായ രോഗം എന്നെ പിടിപ്പെട്ടിട്ടുണ്ടല്ലോ, എനിക്കിനി അധ്വാനിക്കാൻ കഴിയില്ലല്ലോ, ഇനി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യാനോ നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കിത്തരാനോ ഞങ്ങളുടെ വീട് വൃത്തിയാക്കാനോ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു വേലക്കാരിയെ ആവശ്യമുണ്ട്, ഒരു വേലക്കാരിയെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുകയാണ്. ഒരു വേലക്കാരി. ഭർത്താവ് ഉടനെ വിളിച്ചു എംബസിക്ക്, ഇന്ത്യൻ എംബസിക്ക് വിളിച്ചു, ഒരു ജോലിക്കാരിയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. താമസിയാതെ ഫോൺ കോൾ വന്നു. ഇന്തോനേഷ്യൻ പെണ്ണാണ്, മതിയോ എന്ന്. ഇന്തോനേഷ്യൻ പെണ്ണ, മതിയോ എന്ന്. അപ്പോഴേക്കും പറഞ്ഞു, ഇന്തോനേഷ്യക്കാരിയായാലും കുഴപ്പമില്ല, ഏത് ബംഗാളിയായാലും കുഴപ്പമില്ല, ഒരു ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് ഭർത്താവ് പറഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ ഫോൺ ചെയ്തു. 2-3 ദിവസത്തിൽ ഇന്തോനേഷ്യക്കാരിയായ നൂറ എന്ന പേരുള്ള ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുമെന്ന് അവര് കാത്തിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇന്തോനേഷ്യയിൽ നിന്ന് ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് അങ്ങ് സൗദി അറേബ്യയിലേക്ക് വിസയുമായി, ടിക്കറ്റുമായി കടന്നു ചെന്നു. ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ പെണ്ണിന്റെ മുഖത്ത് ചിരികളില്ല, ആ പെണ്ണിന്റെ മുഖത്ത് സന്തോഷമില്ല. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജോലിക്കാരിയാണ്. എപ്പോഴും വിമുഖതയോടെ, വിമ്മിട്ടത്തോടെ, വൈകല്യത്തോടെ, വളരെ വിഷമത്തോടെ ജീവിക്കുന്ന തന്റെ വേലക്കാരിയോട് ആ രോഗിയായ ഭാര്യ ചോദിച്ചു, എന്താണ് വിഷമം? നിങ്ങളുടെ വിഷമം എന്താ? എപ്പോഴും കരയുന്നുണ്ടല്ലോ, ബാത്റൂമിൽ ചെന്നാൽ ഒരുപാട് സമയം അവിടെ ബാത്റൂമിൽ ചെലവഴിക്കാറുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ കുഴപ്പമെന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് ആ പെണ്ണ് പറയാൻ തുടങ്ങിയത്. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ ദൈർഘ്യം എന്നുകൊണ്ട് ആ പെണ്ണ് വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, എനിക്ക് ജീവിക്കാൻ വകയില്ല. എന്റെ ഭർത്താവാണെങ്കിൽ ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത രോഗിയായി കിടക്കുകയാണ്. എന്റെ വീട്ടിലേക്ക് അപ്പകഷ്ണം എത്തിക്കണമെങ്കിൽ, എന്റെ മക്കൾക്ക് ഭക്ഷണം നൽകണമെങ്കിൽ അത് ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണം. ഒരുപാട് കാലമായൊരു വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട്, എന്നിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴാണ് എന്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോഴാണ് സൗദിയിൽ നിന്ന് ഒരു ജോലിക്കാരിയെ വിളിക്കുന്നു എന്ന വാർത്ത ലഭിച്ചത്. അപ്പോഴേക്കും എന്റെ മകളെ ഞാൻ പ്രസവിച്ചിട്ട് 6 ദിവസമേ ആയിട്ടുള്ളൂ. 6 ദിവസം പ്രായമുള്ള എന്റെ കൈക്കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഗൾഫിലേക്ക് പോകണോ, അല്ല എന്റെ മക്കൾക്ക് ഞാൻ മുലപ്പാൽ നൽകണോ, എന്റെ മക്കളുടെ കൂടെ ഞാൻ ജീവിക്കണോ എന്ന്.
ആലോചിച്ചു. ഞാൻ ഒരുപാട് ഞാൻ ആലോചിച്ചു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവിടെ മക്കൾക്ക് മുലപ്പാൽ നൽകി ഇവിടെ താമസിച്ചാൽ ആരാണ് ഭക്ഷണം നൽകുന്നത്? ആരാണ് വസ്ത്രം വാങ്ങാനുള്ള ചെലവ് തരുന്നത്? ആരാണ് വീടിന്റെ ചെലവുകൾ ഏറ്റെടുക്കുന്നത്? അതുകൊണ്ട് ഒന്നും തീരുമാനിക്കാതെ എന്റെ 6 ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ഞാൻ വീട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് നേരെ വന്നതാണ് സൗദിയിലേക്ക്. എനിക്ക് എന്റെ മകളെ കാണണമെന്നുണ്ട്. എന്റെ മകൾക്ക് മുലപ്പാൽ നൽകണമല്ലോ. മുലപ്പാല് നൽകാൻ മകളില്ലാതെ എന്റെ സ്ഥലങ്ങളിൽ പാല് നിറഞ്ഞു നിൽക്കുകയാ, എന്റെ മാരടങ്ങളിൽ പാല് നിറഞ്ഞു നിൽക്കുകയാ. അതൊഴിവാക്കാനാണ് ബാത്റൂമിൽ ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്നത്. ആ മകളെ ഓർക്കുമ്പോ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാ. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ജീവിക്കണമല്ലോ, ജീവിക്കാൻ ഇതല്ലാത്ത വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രോഗിയായി മരിക്കാൻ കിടക്കുന്ന ഭാര്യയ്ക്ക് ഈ വാർത്ത കേട്ടപ്പോഴേക്കും വിഷമം വന്നു. എന്ത് ചെയ്യാനാ, ഈ പെണ്ണും മരിക്കാൻ കിടക്കുകയാണല്ലോ. എന്നാൽ വേലക്കാരി അതിനേക്കാളും വലിയ പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ. ഒന്നും ചിന്തിക്കാതെ രണ്ടാമതൊരു തീരുമാനമെടുക്കാതെ ആ രോഗിയായി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ പറഞ്ഞു, ഞാൻ നിന്റെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. 2 വർഷം കഴിഞ്ഞ് നീ തിരിച്ചു വന്നാൽ മതി. 6 ദിവസം പ്രായമുള്ള ആ ഒരു കൈക്കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് മുലപ്പാൽ നൽകി 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. നിനക്ക് വേണ്ടുന്ന 2 വർഷത്തെ വെക്കേഷൻ സാലറി ഞാൻ തരാം. 1 മാസമല്ല, 2 മാസമല്ല, 2 വർഷത്തേക്കുള്ള വെക്കേഷൻ സാലറി ഞാൻ തരാം. നീ പോയിക്കോ, ധൈര്യമായി പോയിക്കോ എന്ന് പറഞ്ഞ ഭർത്താവിനോട് പറഞ്ഞപ്പോഴാ ഭർത്താവ് ദേഷ്യപ്പെട്ടത്. എന്താടി നീ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് ജോലി ചെയ്യാൻ പറ്റോ? നിനക്കിവിടെ വീടിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റോ? നീ രോഗിയല്ലേ, നിന്നോട് മരണമുണ്ട് എന്നല്ലേ ഡോക്ടർ സൂചിപ്പിച്ചത്? പെണ്ണ് പറഞ്ഞു, കുഴപ്പമില്ല, മരിക്കുന്നെങ്കിൽ ഞാൻ മരിച്ചോട്ടെ. പക്ഷേ എന്റെ ജോലിക്കാര് അവൾ പോയി ആ കൈക്കുഞ്ഞിന് പാല് നൽകണം. 2 വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ പാടുള്ളൂ. ഭർത്താവിന്റെയും ഭാര്യയുടെയും ഏകോപിച്ച അഭിപ്രായത്തിൽ ടിക്കറ്റ് പോലും വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് 2 വർഷക്കാലത്തേക്കുള്ള എല്ലാ സാലറിയും നൽകിക്കൊണ്ട് ആ ഒരു ജോലിക്കാരിയെ, നൂറ എന്ന് പറയുന്ന ജോലിക്കാരിയെ ഇന്തോനേഷ്യയിലേക്ക് തിരിച്ചയച്ചു. എന്നിട്ട് ഒരുപാട് കാലം 2 പേരും തട്ടിമുട്ടി ജീവിക്കാൻ തുടങ്ങി. 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഭാര്യയും ഭർത്താവും നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. തന്റെ രോഗത്തിനെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി, മരുന്നുകൾ വാങ്ങാൻ വേണ്ടി, മരുന്നുകൾ കഴിക്കാൻ വേണ്ടി. അങ്ങനെ പോയപ്പോഴാണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നത്, ഡോക്ടർ പരിശോധിക്കുന്നത്. മാഷാ അല്ലാഹ്, ആരാണ് നിങ്ങളുടെ രോഗം ചികിത്സിച്ചത്? ആരാണ് സർജറി നടത്തിയത്? ഏത് മരുന്നാണ് കഴിച്ചത്? ഏത് ഹോസ്പിറ്റലിലാണ് പോയത്? അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ഞാനൊരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല. ഇത് നുണയല്ല ഞാൻ പറയുന്നത്. ഇത് പിരിവിന്റെ കേസല്ല. ഇത് പത്രങ്ങളുടെ താളങ്ങളിൽ, അതിന്റെ താളുകളിൽ വായിച്ച വാർത്തയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തിനെന്നറിയോ? സ്വതക്ക നൽകി നിങ്ങളുടെ രോഗങ്ങൾ ചികിത്സിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? രോഗം നൽകുന്നത് പടച്ച റബ്ബാണ്. ആ റബ്ബിന് തന്നെ രോഗത്തെ തിരിച്ചെടുക്കാൻ പറ്റും. ഡോക്ടർമാരല്ല ശിഫ നൽകുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചതും അത് തന്നെയല്ലേ? ഈ ഡോക്ടർമാർ എന്താണ് ചെയ്യുന്നത്? നീയല്ലേ ശിഫ നൽകുന്നത്? അള്ളാഹു പറഞ്ഞു, അവർ ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കുകയാ, അവരല്ല ശിഫ നൽകുന്നത്. അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ഭാര്യമാരില്ലേ? അവർക്ക് മക്കളില്ലേ? അവർക്ക് ഭീമാകാരമായ ലക്ഷൂറിയസ് വാഹനങ്ങളിലൂടെ സഞ്ചരിക്കണ്ടേ? അവർക്ക് വലിയ അമ്പരച്ചുംബിയായ വീട് കിട്ടണ്ടേ? അതിന് വേണ്ടിയുള്ള ജോലിയാണ് അവരെടുക്കുന്നത്. ശിഫ നൽകുന്നത് ഡോക്ടർമാരല്ല, ശിഫ നൽകുന്നത് ഞാനാണ് എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ സ്വതക്ക നൽകി നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ അസുഖങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ അപകടങ്ങളെ, നമ്മുടെ വിഷമങ്ങളെ, നമ്മുടെ സകലമായ ബുദ്ധിമുട്ടുകളും സർവശക്തനായ റബ്ബിനോട് ഇഖ്ലാസോടെ പറയാൻ ഞങ്ങൾ തയ്യാറായാൽ അള്ളാഹു പരിഹരിക്കുമെന്ന് ഉറപ്പാൻ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. നാട്ടുകാരെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നാട്ടുകാരന്റെ പെരുമ പറയണം, വല്ലാത്ത സംഭവമാണ്. ലക്ഷങ്ങളാ കൊടുക്കുന്നത്, 10,000-ങ്ങളാ കൊടുക്കുന്നത്, അതുകൊണ്ടൊരു നേട്ടമില്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. ഏതായാലും നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ പോറ്റി വളർത്തിക്കോട്ടെ, യതീമാണല്ലോ. അപ്പോഴാണ് കുട്ടി പറയുന്നത്, ഹൽ ഇദാ മരിൽതു തശ്ഫീനി, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ തരാൻ പറ്റോ? ചികിത്സിക്കാം, മരുന്ന് വാങ്ങിച്ചു തരാം, ടാബ്ലറ്റ് വാങ്ങിച്ചു തരാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, ഹോസ്പിറ്റലിന്റെ ചെലവുകൾ ഏറ്റെടുക്കാം. പക്ഷേ തശ്ഫീനി, എനിക്ക് സുഖം നൽകാൻ, എനിക്ക് ശിഫ നൽകാൻ നിങ്ങൾക്ക് പറ്റുമോ? സ്വഹാബി പറഞ്ഞു, ലൈസ ഇലാ ദാലിക സബീൽ, ശിഫ നൽകുന്നത് അല്ലാഹുവല്ലേ, എനിക്ക് ശിഫ തരാൻ പറ്റില്ല. എനിക്ക് ശിഫാഓ ശമനമോ തരാൻ പറ്റില്ല, അത് പടച്ച റബ്ബാണ് തരേണ്ടത്. കുട്ടിയുടെ രണ്ടാമത്തെ ചോദ്യം ആലോചിക്കണം. എന്റെ ഉപ്പമാർ മക്കളെ വളർത്തുന്ന വിഷയമാണല്ലോ, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ബോധവാന്മാരാക്കണ്ടേ, പ്രബുദ്ധരായ മക്കളായി നമ്മുടെ മക്കൾ വളരേണ്ടേ. കഞ്ചാവിന്റെ അഡിക്റ്റ് ആയാൽ മതിയോ? മൊബൈൽ ഫോണിന്റെ അഡിക്റ്റ് ആയാൽ മതിയോ? ലഹരി ഉപയോഗിക്കുന്ന മക്കളായാൽ മതിയോ? സ്കൂളിൽ ചെന്ന് ഡിഗ്രി എത്തുമ്പോഴേക്കും സകലമാന വിഷയങ്ങൾ തോറ്റുപോയി, വെറുതെ ഒരു രസത്തിന് വേണ്ടി, വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി, വെറുതെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി സ്കൂളിൽ പോയി ഡിഗ്രി കഴിഞ്ഞു, ഒരു റിസൾട്ടും ഇല്ലാതെ തിരിച്ചു വരുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടുണ്ടോ? ഇല്ലല്ലോ. കുന്തും ഖൈറ ഉമ്മ, ലോകത്തെ ഏറ്റവും വലിയ ഉത്തമ സമൂഹം, അങ്ങനെ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറണ്ടേ. നമ്മുടെ മക്കൾ പഠിക്കേണ്ടേ, നമ്മുടെ മക്കൾ വളരേണ്ടേ. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീനീ ബോധം നൽകുമാറാവട്ടെ. രണ്ടാമത്തെ ചോദ്യം കുട്ടി ചോദിക്കുകയാണ്, ഹൽ ഇദാ മിത്തു തുഹീനി, ഞാൻ രോഗിയായാൽ, ഞാൻ മരിച്ചുപോയാൽ എന്നെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പറഞ്ഞുവല്ലോ എന്റെ സകലമാന കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കാമെന്ന്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ മരിച്ചുപോയാൽ എന്നെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് ഹയാത്ത് നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്വഹാബി പറഞ്ഞു, ലൈസ ഇലാ ദാലിക സബീൽ, എങ്ങനെയാണ് മരിച്ചുപോയ ഒരാളെ ഞാൻ ജീവിപ്പിക്കുന്നത്? അത് പടച്ച റബ്ബല്ലേ ചെയ്യേണ്ടത്, അല്ലാഹുവല്ലേ അത് ചെയ്യേണ്ടത്, എനിക്ക് പറ്റൂല. അപ്പോഴാണ് കുട്ടി പറഞ്ഞത്, ഫദഅനി യാ അം, എന്റെ പൊന്നു സഹോദര, എന്റെ പൊന്നു ജ്യേഷ്ഠ, എന്നെ വിട്ടേക്ക്, എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. മറ്റൊരാളുടെ മുമ്പിൽ ഉപ്പയില്ല ഉമ്മയില്ല എന്ന് പറഞ്ഞ് മക്കാമുകളിലേക്കും അന്യനാടുകളിലേക്കും ബെഗ് ചെയ്തു പോകുന്ന ആളുകളുണ്ടല്ലോ, യാചിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ. കല്യാണത്തിന്റെ പേരിൽ, രോഗത്തിന്റെ പേരിൽ, സാമ്പത്തിക ശേഷിയില്ലാത്തതിന്റെ പേരിൽ, വീടില്ലാത്തതിന്റെ പേരിൽ നാടുനീളെ യാചിച്ചു നടക്കുന്ന ആളുകൾ. ഈ വിഷയം പഠിക്കാതിരിക്കാൻ വയ്യ. അള്ളാഹുവിന്റെ ഇസ്ലാം ഒരിക്കലും യാചനയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരിക്കലും യാചിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഒരാൾ യാചനയുമായി കടന്നു വന്നാൽ അവരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താനും പാടില്ല. ഒരാൾ വീട്ടിലേക്ക് യാചിക്കാനോ ചോദിക്കാനോ കടന്നു വന്നാൽ അവരെ നിങ്ങൾ ആട്ടിയോടിക്കാൻ പാടില്ല. ഒരു ബെൻസ് കാറിലാണ് വരുന്നത് വീട്ടിലേക്ക്, എന്നിട്ട് എനിക്ക് വല്ലതും തരുമോ എന്ന് ചോദിച്ചാൽ അവന് പോലും കൊടുക്കണമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യപ്പെട്ടു നിൽക്കണ്ട. ബെൻസ് കാറിൽ വന്നിട്ട് ബെഗ് ചെയ്യുകയോ? എന്റെ വീട്ടിലുള്ളത് ഒരു സ്പ്ലെൻഡർ ആണല്ലോ, എന്റെ വീട്ടിലുള്ളത് ഒരു ആൾട്ടോ 800 ആണല്ലോ, എന്നിട്ട് ഞാൻ പോകുന്നില്ലല്ലോ. ബെൻസിൽ വന്നിട്ടും ഓടിയിൽ വന്നിട്ടും ബെഗ് ചെയ്യുകയോ? അങ്ങനെ ചോദിക്കാനോ അങ്ങനെ ചിന്തിക്കാനോ പാടില്ല. യാചനയുമായി വീട്ടിലേക്ക് വന്നാൽ ഒരാൾ യാചനയുമായി വന്നാൽ അയാൾ ആട്ടിയോടിക്കാൻ പാടില്ല. പക്ഷേ യാചന പാടുണ്ടോ? പാടില്ല. താഴ്ന്ന കൈയിനേക്കാൾ ഏറ്റവും നല്ല കയ്യ് അത് മുകളിലുള്ള കൈയാണെന്നും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എത്ര കഷ്ടപ്പാട് വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും, എത്ര പ്രാരാബ്ദങ്ങൾ സഹിക്കേണ്ടി വന്നാലും പടച്ച റബ്ബിനോട് പറയണേ, അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കണേ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്തിനാണ് ആ ദിക്റൊക്കെ പഠിപ്പിച്ചു തന്നത്? മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മമാരത് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്കറിയോ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയാൻ നിൽക്കുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്റേതാ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
ഞാൻ എന്റെ ശരീരത്തെ, ഞാൻ എന്റെ ആത്മാവിനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ, അള്ളാഹു ഏറ്റെടുത്താൽ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹം ചെയ്യാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. എന്ത് പ്രയാസം വന്നാലും ഈ ഒരു ദിക്ർ ജീവിതത്തിൽ പതിവാക്കണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മഹാനായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പ്രയാസം വന്നു. മദീനയുടെ 4 ഭാഗത്തു നിന്നും ആളുകൾ ആക്രമിക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി, മദീനയെ ആക്രമിക്കാൻ വേണ്ടി. പക്ഷേ ആ സമയത്തും ഹബീബ് പറഞ്ഞതെന്താ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവിനോട് വരമേൽപ്പിക്കുകയാ. എന്ത് പ്രയാസം വന്നാലും ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു തആല സൈന്യങ്ങളെ അയച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുകയാ. സൗർ എന്ന ഗുഹയിൽ 2 പേര് തനിച്ചിരിക്കുന്നുണ്ട്. ഗുഹയുടെ മുഖത്ത് ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി 2 പേരെയും ആക്രമിക്കാൻ കാത്തിരിക്കുകയാ. ഓപ്പറേറ്റർ എവിടെ? ഇത് ഓൺ ചെയ്തിട്ടില്ല. ഓപ്പറേറ്റർ പോയോ? സ്ഥലം വിട്ടോ? ഇത് ഓൺ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു മോണിറ്റർ ഉണ്ടോ? സൗർ എന്ന ഗുഹയിൽ 2 പേരും ഒളിച്ചിരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങളും അല്ലാഹുവിന്റെ ഹബീബും ഗുഹയിലിരിക്കുകയാ. ആ സമയത്താണ് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അവരെങ്ങാനും ഞങ്ങളെ കണ്ടുപോയാൽ അവർ ഞങ്ങളെ വധിക്കൂലേ നബിയേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്തിനാണ് സിദ്ദീഖേ വിഷമിക്കുന്നത്? ഗുഹയുടെ മുഖത്തുണ്ട് ശത്രുക്കളായ ആളുകൾ, ഒരുപാട് ആളുകൾ. കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ട്. ഹബീബിനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഗുഹയുടെ മുഖത്ത് വെച്ച്. അപ്പോഴും ഹബീബ് പറഞ്ഞത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. അങ്ങനെ ബരമേൽപ്പിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ഉപ്പമാര് പഠിപ്പിച്ചു കൊടുക്കണം, ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്കണം. പ്രയാസങ്ങളുടെ, പ്രാരാബ്ദങ്ങളുടെ, പ്രതിസന്ധികളുടെ, ഏത് വലിയ പ്രശ്നങ്ങള് സഹിക്കേണ്ടി വന്നാലും എല്ലാം അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കുട്ടി പറയുകയാണ്, ഫദഅനി എന്റെ പൊന്നു അമ്മാവ, നിങ്ങൾ എന്നെ വിട്ടേക്കണം. ലില്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനെ എന്നെ നേരിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ അറിയാ. എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവല്ലേ. ആ അല്ലാഹുവിന്റെ ഭക്ഷണം തരാനറിയാ, ആ അല്ലാഹുവിന്റെ വെള്ളം തരാനറിയാ, ആ അല്ലാഹുവിനെ ചികിത്സിക്കാനറിയാ, ആ അല്ലാഹുവിന് ശിഫ തരാനറിയാ. അതുകൊണ്ട് നിങ്ങൾ ഇടപെടേണ്ട, എന്റെ കാര്യം പടച്ചറപ്പ് നോക്കട്ടെ. യതീമായ ചെറിയ കുട്ടിയാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രബുദ്ധരായ മക്കളെയാണ് അല്ലാഹുവിന്റെ ഹബീബ് വളർത്തിക്കൊണ്ടുവന്നത്. വല്ലദീ യുത്ഇമുനി, എനിക്ക് ഭക്ഷണം തരുന്ന അല്ലാഹു. യസ്കീൻ, എനിക്ക് വെള്ളം തരാനറിയാ. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുകയും എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന് വേണ്ടി എന്നെ വിട്ടേക്ക്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി, എന്റെ പാപങ്ങൾ പുറത്തു തരുന്ന പടച്ചറപ്പുണ്ടല്ലോ, ആ റബ്ബിലേക്ക് എന്നെ ഒഴിവാക്കണം. ഞാൻ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കുകയാണ്. അപ്പോഴേക്കും സ്വഹാബി മിണ്ടാതിരുന്നു. യാ അല്ലാഹ്, ഇങ്ങനെയും കുട്ടികളോ, ഇങ്ങനെയും മക്കളോ, ചെറിയ കുട്ടി ഇങ്ങനെയൊക്കെ പറയോ? എന്നിട്ട് സഹാബി പറഞ്ഞു, ആമന്തു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൻ തവക്കല അലല്ലാഹി കഫാ, ഒരാൾ അല്ലാഹുവിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വരമേൽപ്പിച്ചാൽ അവന് അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബി അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഒന്നെല്ലാവരും എണീറ്റിക്കല്ലേ, ഒന്നെല്ലാവരും എണീറ്റ് സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ല, സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കുറക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ പരിശുദ്ധ ഹബീബിന്റെ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇത് ഹബീബ് നമ്മൾക്ക് മക്കളോട് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു ഹദീസുണ്ട്. ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് കുറച്ച് കലിമത്തുകൾ, കുറച്ച് പദങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിന്നെ സൂക്ഷിക്കും. ഇത് മക്കളോട് പറഞ്ഞു കൊടുക്കണം ഉപ്പമാർ. എപ്പോ ഒരു വകതിരിവെത്തി വരുന്ന, ഒരു ബോധം വരുന്ന, ഒരു തമ്മീസെത്തി വരുന്ന മക്കളോട് ഉപ്പമാരിത് പറഞ്ഞു കൊടുക്കണം, ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? മക്കളുടെ ഷോൾഡർ ഒന്ന് കൈവെക്കുക, മക്കളെ ഒന്ന് തലോടുക, എന്നിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കുക, ഇഹ്ഫളില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. എവിടെയാണെങ്കിലും പടച്ച റബ്ബിനെ സൂക്ഷിക്കുക. യഹ്ഫളുക, അല്ലാഹു നിന്നെ സൂക്ഷിക്കും, നിനക്ക് അപകടങ്ങൾ ഉണ്ടാവില്ല. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ എന്ത് പ്രയാസം വന്നാലും പടച്ച റബ്ബ് നിന്റെ മുമ്പിലുണ്ടാകും, നിനക്ക് അപകടങ്ങൾ ഉണ്ടാവൂല. എന്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും അല്ലാഹുവിനെ ഏൽപ്പിക്കുന്ന ആളാണ് നിന്റെ മുമ്പിൽ പടച്ച റബ്ബുണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കുക, നാട്ടുകാരോട് ചോദിക്കണ്ട, നാട്ടുകാരുടെ മുമ്പിൽ ഇടഞ്ഞു നടക്കണ്ട, യാചിച്ച് നടക്കണ്ട, അല്ലാഹുവിനോട് ചോദിക്കുക. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു തരും. എന്ത് ആവശ്യമുണ്ടെങ്കിലും നിനക്ക് തരാൻ പടച്ച റബ്ബ് തയ്യാറാ. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, വീടില്ല, രോഗിയാണ്, കടങ്ങളാണ്, അല്ലാഹുവിനോട് സഹായം തേട്. പടച്ച റബ്ബേ, എന്റെ കടങ്ങൾ നീ വീട്ടിത്തരണമെന്ന് പറയും. മഖാമുകളിൽ വന്ന് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ അല്ലാഹുവിനോട് ചോദിക്കു, പടച്ച റബ്ബേ, നിന്റെ സ്വഹാബിയാണല്ലോ ഇവിടെ കിടക്കുന്നത്, വളരെ സംശുദ്ധമായ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയ, ഖുർആൻ പാരായണം നടന്ന, ഇൽമിന്റെ സദസ്സുകൾ നടന്ന വേദിയാണല്ലോ ഇത്, സ്ഥലമാണല്ലോ ഇത്. അതുകൊണ്ട് അല്ലാഹ്, എന്റെ വിഷമങ്ങളെ നീ തീർത്തു തരണേ എന്ന് പടച്ച റബ്ബിനോട് ചോദിക്കാൻ നാട്ടുകാരോടോ ജനങ്ങളോടോ ചോദിക്കാൻ പാടില്ല. വേറൊരു ഹദീസിൽ കാണാൻ നമ്മൾക്ക്, ഒരാൾക്കൊരു വിഷമം വരികയും അത് നാട്ടുകാരുടെ മുമ്പിൽ ഇറക്കുകയും ചെയ്താൽ അവന്റെ ദാരിദ്ര്യം അല്ലാഹു അവന്റെ ദാരിദ്ര്യം മടച്ചു കളയുകയില്ല, അവന്റെ ദാരിദ്ര്യം നിലനിൽക്കുകയാ. ഒരാൾക്കൊരു പ്രയാസം വന്നോ ഉടനെ അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു കൂട്ടിക്കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ നടുക്കടലിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഈ ഒരു ഹദീസ് തണലാണ്, നിഴലാണ്, സംരക്ഷണമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅലം, ഓ ചെറുപ്പക്കാരാ നിങ്ങൾ പഠിക്കണേ, നാട്ടുകാരെ, ഉമ്മമാരെ നിങ്ങൾ പഠിക്കണം, അന്നൽ നമ്മുടെ സമൂഹം നിനക്കൊരു ഉപകാരം തരാൻ, നിനക്കൊരു നന്മ ചെയ്യാൻ നാട്ടുകാരെല്ലാം തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ നാട്ടുകാർക്ക് ഒന്നുപോലും ചെയ്തു തരാൻ പറ്റൂല. നിനക്കൊരു വീട് നിർമ്മിച്ചു തരാൻ സംഘടനകളായ ക്ലബ്ബുകളൊക്കെ തീരുമാനിച്ചു, നാട്ടുകാരെല്ലാം തീരുമാനിച്ചു. എന്നാൽ ഇന്ന് ഇച്ചിരങ്കോട് ഭാഗത്തുള്ള പാവങ്ങളായ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന് നല്ലൊരു വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ അല്ലാഹുവിന്റെ ഖളാഇൽ അതില്ലെങ്കിൽ ഒരു ക്ലബ്ബ് ഒരുമിച്ച് കൂടിയാലും നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടിയാലും നിനക്ക് വീട് കിട്ടില്ല. എന്റെ അല്ലാഹുവിന്റെ ഖളാഇലില്ല. അതേപോലെ ഹബീബ് പറയാണ്, നിനക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്യാൻ, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നൽകാൻ നാട്ടുകാരൊരുമിച്ചുകൂടി അല്ലാഹുവിന്റെ ഖളാഇൽ അതില്ലെങ്കിൽ നാട്ടുകാരോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇന്ത്യ രാജ്യം മുഴുവനും ഒരുമിച്ച് കൂടിയാൽ അല്ലാഹുവിന്റെ ഖളാഇല്ലാതെ നിന്നെ തൊടാനോ നിന്നെ സ്പർശിക്കാനോ ഒരാൾക്കും പറ്റില്ല. ഈ ഒരു വിശ്വാസം നമ്മുടെ മക്കൾക്കുണ്ടാവണം. അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം, അല്ലാഹുവിൽ ഉറപ്പുള്ള വിശ്വാസം, യഖീൻ മുഹ്കം, അമൽ പൈഗം, മുഹബ്ബത്തെ ഫാത്തിഹെ ആലം. പടച്ച റബ്ബിനോട് വല്ലാത്ത വിശ്വാസമുണ്ടോ ഒരിക്കലും ഒരാളുടെ മുമ്പിലും തോറ്റുകൊടുക്കേണ്ടി വരില്ല, ഒരാളുടെ മുമ്പിലും പരാജയപ്പെടേണ്ടി വരില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു യുദ്ധം കഴിഞ്ഞ്
ഒരു സഹോദരൻ വല്ലാതെ കരയുന്നുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികളൊക്കെ വന്നുകൊണ്ട് കരയുകയാണ്. യുദ്ധം കഴിഞ്ഞു, മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ് കരയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ സന്നിധിയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ കുതിര അദ്ദേഹത്തിന്റെ മുമ്പ് ചത്തു കിടക്കുന്നുണ്ട്. യോദ്ധാവായ യുദ്ധം ചെയ്ത് യുദ്ധം കഴിഞ്ഞ് തന്റെ ചത്തുപോയ കുതിരയുടെ മുമ്പിൽ നിന്ന് ഒരു യോദ്ധാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? എന്താണ് പ്രശ്നം? എന്തിനാണ് കരയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ ഒരു യോദ്ധാവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫഖത്തു ഖൈലി, എന്റെ കുതിര മരിച്ചുപോയി. ഞാൻ യുദ്ധം ചെയ്യുന്ന ഈ ഒരു പടക്കുതിര അത് ചത്തുപോയി. അതിന്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ നാട്ടില്, അല്ലെ? പൂച്ചകളൊക്കെ വളർത്തുന്ന ആളുകളില്ലേ? പൂച്ചകൾ വലിയ വലിയ വിലകളൊക്കെ നൽകി, 10,000-ങ്ങളൊക്കെ നൽകി വലിയ വലിയ ഇംഗ്ലീഷ് പൂച്ചകളെ കൊണ്ടുവരിക, എന്നിട്ട് വളർച്ച പഠിച്ചോണത് മരിച്ചുപോയ പിന്നെ 2 ദിവസം ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനെയൊക്കെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷികളെ, പ്രാവുകളൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ. അദ്ദേഹം തന്റെ കുതിര അതൊരു വാഹനമാണ്, അല്ലെ? വാഹനം നമുക്ക് ഏറ്റവും വിഷമം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ വാഹനം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാൽ, അല്ലെങ്കിൽ വാഹനത്തിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ, ഒന്ന് പെയിന്റിന് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നമ്മുടെ വാഹനത്തിന് വരുമ്പോ വല്ലാത്ത ടെൻഷനാണ്. അതേപോലെ ഒരു വാഹനമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ആ വാഹനം ചത്തുപോയതിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ കുതിര മരിച്ചുപോയി. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൽ തബിഉനി ഇയാഹാ, ചത്തുപോയ കുതിരയെ എനിക്ക് തരാൻ തയ്യാറുണ്ടോ? ചത്തുപോയ കുതിര ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഒരു ഹദീസ്. സഹാബാക്കളും റസൂലുള്ളാഹി തങ്ങളും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ചത്തുപോയ ദുർഗന്ധം വമിക്കുന്ന ചെവിയില്ലാത്തൊരു ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ആർക്കാണ് ഈ ആട്ടിൻകുട്ടിയെ വേണ്ടത്? അവര് പറഞ്ഞു, ആർക്കും വേണ്ട നബിയെ. 1 ദിർഹമിന് ഞാൻ വിൽക്കട്ടെ, നിങ്ങൾ വാങ്ങോ? എനിക്ക് വേണ്ട, ആർക്കും വേണ്ട നബിയെ. അത് ചത്തതാണ്, ദുർഗന്ധം വമിക്കുന്നുണ്ട്. എല്ലാത്തിനുമുപരി അതിന് ചെവിയില്ലല്ലോ. ചെവിയില്ലാത്ത ഒട്ടകം ജീവിച്ചിരിക്കെ തന്നെ ആരും വാങ്ങാറില്ല, പിന്നെ എല്ലാ നബിയെ ചത്താൽ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഈ ആടിന് നിങ്ങൾക്ക് വിലയില്ലല്ലേ? ഈ ഒരു വിലയെ ദുനിയാവിനുള്ളൂ. ഈ ഒരു വിലയെ അല്ലാഹുവിന്റെ അടുത്ത് ദുനിയാവിനുള്ളൂ. ഈ ആടിന് നിങ്ങൾ എത്ര സ്ഥാനം കൊടുത്തു, അത്ര സ്ഥാനമേ ദുനിയാവിന് കൊടുക്കാൻ പാടുള്ളൂ. ദുനിയാവിന് വേണ്ടി ചിന്തിക്കാൻ പാടില്ല. രാവിലെ എണീറ്റ പിന്നെ ചിന്ത പൈസ ഉണ്ടാക്കണം, അല്ലെ? എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം. ഓസിക്ക് വേണം, കുറുക്ക് വഴി വേണം, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാം. അധ്വാനിക്കൂല, കുറുക്ക് വഴിയിലൂടെ ഭീമാകാരമായ സമ്പത്ത് നമ്മൾക്ക് വേണം. അതിനുവേണ്ടി ചെറുപ്പക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക, എന്നിട്ട് ദൂർത്തടിച്ച് നടക്കുക. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ചെറുപ്പക്കാരാ, ഞാൻ പറയാ, ഹറാമിൽ നിന്ന് ദയവ് ചെയ്ത് ഒരു തുണ്ട് കാശ് പോലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കരുത്. കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബി. ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് ലഭിച്ച, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ച എല്ലാ ശരീരവും അത് പോകേണ്ടത് നരകത്തിലേക്കാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് നൽകുക, നമ്മുടെ ഭാര്യയ്ക്ക് നൽകുക. എന്നിട്ട് ഭാര്യയും മക്കളും കുടുംബസമേതം നരകത്തിലേക്ക് പോവേണ്ട ദാരുണമായ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഏതായാലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ തബിഉനി ഇയാഹാ, ഈ ചത്തുപോയ കുതിരയെ എനിക്ക് തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എനിക്ക് വിൽക്കുമോ? ഞാൻ പൈസ തരാം. ഫതഅജ്ജബ റജുൽ, ചെറുപ്പക്കാരന് അത്ഭുതം തോന്നി. ചത്തുപോയ കുതിരയെ വാങ്ങുകയാണോ? ഒരു പഴയ കാറെന്ന് സങ്കല്പിച്ചേക്ക്. ആ കാർ ഒരിക്കലും ഓടാൻ പറ്റൂല, എഞ്ചിനൊക്കെ കേടായി കിടക്കുകയാണ്. അതൊരിക്കലും നന്നാവുന്നൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു കാറ് ഞാനൊരു 10 ലക്ഷം തരാൻ എനിക്ക് തരുമോ? അങ്ങനെ ചോദിച്ചാൽ എന്താ, നിങ്ങൾ അത്ഭുതപ്പെടൂലേ? അതേപോലെ അത്ഭുതപ്പെടുകയാണ്. ഫതഅജ്ജബ റജുൽ, ചത്തുപോയ കുതിരയെ വാങ്ങുകയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനോട് അയാൾ പറഞ്ഞു, ഇന്നഹാ മൈത, അത് ചത്തുപോയ കുതിരയാണ്.
അപ്പോഴാണ് അയാൾ പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറഞ്ഞത്, അത് ജീവിച്ചിരിക്കുമ്പോൾ എത്ര വിലയുണ്ടായിരുന്നു അതിന്. ഷോറൂമിൽ നിന്നൊരു വണ്ടി ഇറക്കി 2 ദിവസമായാൽ 5 ലക്ഷത്തിന്റെ വണ്ടിക്ക് 2 ലക്ഷം കുറഞ്ഞല്ലോ, സെക്കൻഡ് ഹാൻഡ് ആയി മാറി. ചത്തിട്ടില്ല, നല്ല വണ്ടിയാണ്, ആകെ ഓടിയത് 1000 കിലോമീറ്റർ. പക്ഷേ 2 ദിവസം 2 മാസമാകുമ്പോഴേക്കും 5 ലക്ഷം കൊടുത്ത് വാങ്ങിച്ച വണ്ടിക്ക് 3 ലക്ഷമായി കുറയുകയാണ്. പക്ഷേ ഇത് ചത്തുപോയ കുതിരയാണ്. ഇത് ജീവിച്ചിരിക്കുമ്പോ എത്ര വിലയുണ്ടായിരുന്നു ഇതിന്. അദ്ദേഹം പറഞ്ഞു 4000 ദിർഹം വിലയുള്ള കുതിരയാണിത്. ഉടനെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തന്റെ പോക്കറ്റിൽ നിന്ന് 4000 ദിർഹം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നൽകുകയും ആ ചത്തുപോയ കുതിരയെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? കുതിരയെ കൊണ്ടുപോയി മറമാടി 4000 ദിർഹം കൊടുക്കുകയും ചെയ്തു. ഇയാൾക്ക് വല്ലാത്ത അത്ഭുതം, എന്താണ് ഇവിടെ നടക്കുന്നത്? ചത്തുപോയ കുതിരയൊക്കെ വാങ്ങുകയും. എന്നിട്ടോ പിറ്റേ ദിവസം പള്ളിയിലേക്ക് വരികയാണ് 2 പേരും. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഉണ്ട്, കുതിരയെ വിറ്റ ചെറുപ്പക്കാരനും പള്ളിയിലുണ്ട്. ഓടി വരുന്നു അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. അഅ്തിനി ഫറസി വഅഅ്തിക 4000. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വിറ്റ ആ ചത്തുപോയ കുതിരയെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. നിങ്ങളുടെ 4000 ദിർഹം ഞാൻ നിങ്ങൾക്ക് തരാം. ഉണ്ടോ? എന്തോ ഒരു ട്വിസ്റ്റ് ഇവിടെ നടക്കുകയാ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വിറ്റ് തന്ന 4000 ദിർഹം ഉണ്ടല്ലോ, ആ ദിർഹം ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം. എന്റെ കുതിരയെ നിങ്ങൾ എനിക്ക് തരണം. فتعجب عبد الله بن المبارك റളിയല്ലാഹു അൻഹുവിനും അത്ഭുതമായി. പടച്ചറബ്ബേ, എന്താണ് ഇവിടെ നടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അന്നഹാ മൈത, ചത്തുപോയ കുതിരയല്ലേ, നിനക്ക് എന്തിനാ? അദ്ദേഹം പറഞ്ഞു, വഅന ഉരീദുഹാ മൈത, ചത്തുപോയ കുതിരയെ തന്നെയാണ് എനിക്ക് വേണ്ടത്. ഫസഅലഹു ലിമാദാ, എന്തിനാണ് ചത്തുപോയ കുതിര നിനക്ക്? അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ലഅന്നീ റഅയ്തുഹാ അംസി ഫിർ റുഅയ, ഇന്നലെ ഞാൻ കിടന്നുറങ്ങുമ്പോഴാണ് മനോഹരമായൊരു സ്വപ്നം എനിക്ക് കാണാൻ സാധിച്ചത്. മനോഹരമായ സ്വപ്നം എന്താണെന്നറിയോ? സ്വപ്നത്തിന്റെ കണ്ടന്റ് എന്താ? വറഅയ്തു ഫറസി മുസയ്യനതൻ ബിദ്ദഹബി വൽ ഫിദ്ദതി വൽ യാഖൂതി വൽ മർജാൻ, രത്നങ്ങൾ കൊണ്ട്, മുത്തുകൾ കൊണ്ട്, സ്വർണങ്ങൾ കൊണ്ട്, വെള്ളികൾ കൊണ്ട് എന്റെ ചത്തുപോയ കുതിരയെ അലങ്കരിച്ചിട്ടുണ്ട്. നാളെ സ്വർഗത്തിൽ ചത്തുപോയ കുതിരയെ സ്വർണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്, വെള്ളി കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്, മരതകങ്ങളും മുത്തുകളും രത്നങ്ങളും പവിഴങ്ങളും കൊണ്ട് എന്റെ കുതിരയെ വല്ലാതെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മലക്കതിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. 700 കുതിരകൾ ഈ കുതിരയുടെ അകമ്പടിയായി കടന്നു പോകുന്നുണ്ട്. എന്റെ കുതിരയാണ് മുമ്പിലുള്ളത്. ഒരു മലക്കിന്റെ കയ്യിലാണ് കടിഞ്ഞാണുള്ളത്. സ്വർണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. 700 കുതിരകൾ ബ്ലാക്ക് കാറ്റുകളായി, പ്രൊട്ടക്ഷനായി എന്റെ കുതിരയുടെ ചുറ്റും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എനിക്ക് സന്തോഷമായി. എന്റെ കുതിരയാണല്ലോ ആ കുതിര. ഞാൻ ഓടിച്ചെന്നു, കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്നു. എന്നെ അവിടെ നിന്ന് ആട്ടിവിട്ടോ, നിന്റെ കുതിരയല്ല. എന്നെ അവിടെ നിന്ന് ആട്ടിവിട്ടോ, നിന്റെ കുതിരയല്ല. ആ മലക്ക് എന്നെ ഓടിച്ചു വിട്ടോ. എന്നിട്ട് മലക്ക് പറഞ്ഞു, ഇന്നലെ വരെ നിന്റെ കുതിരയായിരുന്നു, പക്ഷേ ഇന്നലേക്കും അത് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയായി മാറി. എന്തേ കാരണമെന്നറിയോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ മിൻ അബ്ദിൻ ലഹു ഫറസുൻ യുജാഹിദു ബിഹി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നൊരു കുതിര ഇല്ലാ ജാഅ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരുന്നത് എങ്ങനെയെന്നറിയോ? 700ഓളം കുതിരകളുടെ അകമ്പടിയോടെയാണ് അങ്ങനെയുള്ള കുതിരകൾ വരുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് കേട്ടതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വാങ്ങിച്ചത്. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഒരു കുതിരയ്ക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു കുതിരയ്ക്ക് ഇത്രയും പ്രൊട്ടക്ഷനും ഇത്രയും സ്വീകാര്യതയും അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് ലഭിക്കുന്നുവെങ്കിൽ, നമ്മുടെ മക്കളെ നമ്മൾ സ്വാലിഹാക്കി വളർത്തിയാൽ,
ദീനീബോധത്തോടെ വളർത്തിയാൽ, അള്ളാഹുവിന്റെ വഴിയെ വളർത്തിയാൽ ആ മക്കളെ കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന നേട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞറിയിക്കണോ? അതുകൊണ്ട് മക്കൾക്കൊരു തുള്ളി വെള്ളം കൊടുത്താൽ ഹൗദുൽ കൗസറിൽ നിന്ന് അല്ലാഹു നാളെ കുടിപ്പിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹ്. മൻ സഖാ വലദൻ ലഹു ശുർബതമാ. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം, ഒരു മുറുക്ക് വെള്ളം മക്കൾക്ക് നൽകിയാൽ നാളെ മഹ്ശറയിലേക്ക് ചെല്ലുമ്പോ എല്ലാവരും ദാഹിച്ചു കിടക്കുമ്പോ അർശിന്റെ തണലിന് വേണ്ടി കാത്തിരിക്കുമ്പോ ഹൗദുൽ കൗസറിൽ നിന്ന് ആ ഉപ്പമാർക്ക് അല്ലാഹു ഭക്ഷണം നൽകുമെന്ന്, അല്ലാഹു ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂലിയുള്ള കാര്യമല്ലേ അത്? പ്രതിഫലമുള്ള കാര്യമല്ലേ അത്? ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉരുള, മകന്റെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉരുളകൾ, അതൊക്കെ സ്വതക്കയാണ്. അതിനൊക്കെ പ്രതിഫലമുണ്ട് എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് നമ്മുടെ മക്കളെ നാളെ അർശിന്റെ തല വാങ്ങിച്ചു തരാൻ യോഗ്യരായ പ്രാപ്തരായ മക്കളാക്കാൻ പറ്റുന്നത്? അദ്ദിബൂ ഔലാദകും അലാ സലാസതി ഖിസാൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ 3 കാര്യം പഠിപ്പിക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 3 കാര്യം പഠിപ്പിക്കണം. എന്തൊക്കെ ഇത് നമ്മൾ ആലോചിക്കും, നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഹുബ്ബി നബിയിക്കും, നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അഹ്ലു ബൈത്തിനെ, തങ്ങന്മാരെ, സാദാത്തുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. വഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാനും നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹബീബ് പറയാണ്, ഫഇന്ന ഹമലതൽ ഖുർആൻ. ആരാണോ ഹാഫിളീങ്ങളാകുന്നത്, ആരാണോ ഖുർആൻ പണ്ഡിതന്മാരാകുന്നത്, ആരാണോ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്, അല്ലാഹുവിന്റെ തണലിലാണ്. കേൾക്കണം ഉപ്പമാരെ, കേൾക്കണം ഉമ്മമാരെ. ഭൗതികതയുടെ പിന്നാലെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോ ലക്ഷങ്ങൾ നൽകി, 10,000 നൽകി മാസാമാസവും ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് അയക്കുമ്പോ ഒന്ന് ഖുർആൻ പഠിക്കാൻ, ഒന്ന് ഖുർആൻ പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ തയ്യാറായിട്ടുണ്ടോ, തയ്യാറാക്കിയിട്ടുണ്ടോ? ഇന്നലെ SI പറഞ്ഞൊരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. SI പറഞ്ഞൊരു സംഭവം. അദ്ദേഹം പറയുകയാണ്, ഹെൽമറ്റ് ധരിക്കാതെ 13-കാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിക്കുമ്പോ, 13-കാരനായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മക്കളാണിത്. ലൈസൻസ് ഇല്ലാത്ത മക്കൾക്ക് എങ്ങനെയാണ് വണ്ടി കൊടുക്കുന്നത്? ആരാണ് ചാവി നൽകുന്നത്? അത് നിയമത്തിൽ തെറ്റാണല്ലോ. പരിശുദ്ധ ഇസ്ലാമിലും അത് തെറ്റ് തന്നെ. അങ്ങനെ ഒരു യോഗ്യനല്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത ആളുകളെ എങ്ങനെയാണ് നമ്മൾ വണ്ടിയും നൽകി കയറ്റിവിടുന്നത്? ഉമ്മമാരെ, നിങ്ങൾ ഉത്തരവാദികളാണ്. ഉപ്പമാരെ, നിങ്ങളും ഉത്തരവാദികളാണ്. നമ്മുടെ മക്കൾക്ക് തോന്നും പോലെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക, തോന്നും പോലെ കാറ് വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് നിയമങ്ങൾ അംഗീകരിക്കാതെ നാടിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ തെറ്റിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നന്മയുണ്ടാവുന്നത്? ഉപ്പമാരതിന്റെ ഉത്തരവാദികളാണ്. ഉപ്പമാരാണത് ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും ഒരു പോലീസുകാരൻ 13 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ ബൈക്കിൽ നിന്ന് പിടിച്ചപ്പോ ജയിലിലേക്ക് കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോഴാണ് നാട്ടുകാർ വരുന്നത്. രാഷ്ട്രീയക്കാരാ, നിങ്ങളോടും എനിക്ക് പറയാനുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെയോ സംഘടനയുടെയോ തലപ്പത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യുന്ന മക്കളെ സംരക്ഷിക്കാൻ നിൽക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ് തെറ്റ് ചെയ്യുന്ന മക്കളെ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ നിൽക്കാൻ പാടില്ല. എന്റെ നാട്ടിൽ തോന്നിവാസങ്ങൾ നടക്കുന്നത്. ഏതെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്തു, പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴേക്കും രാഷ്ട്രീയക്കാരൊക്കെ ഓടാൻ തുടങ്ങി, പിന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി. അത് എന്റെ പയ്യനാ, ഞങ്ങളുടെ പാർട്ടിക്കാരനാ, സാറെ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. സാറിന് വിടാതിരിക്കാൻ പറ്റോ? സാർ ഒന്ന് വിട്ടില്ലെങ്കിൽ പിന്നെ സാറിന് പ്രമോഷനായി. കാസർഗോട്ടുകാരൻ പിന്നെ കേരളത്തിൽ, പിന്നെ കണ്ണൂരായി, പിന്നെ തിരുവനന്തപുരത്തായി, പിന്നെ കൊച്ചിയിലായി. ഇങ്ങനെ ആ ഒരു സാറിന്റെ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൂറുമാറ്റുകയാ, സ്ഥലത്തിൽ നിന്ന് സ്ഥലം മാറ്റുകയാ. ഇവൻ പറഞ്ഞത് കേട്ടില്ല. പോലീസുകാർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഒരു തെറ്റ് ചെയ്ത മകനെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരാ, അല്ലാഹുവിന്റെ താക്കീത് നിനക്കുണ്ട് എന്ന് നീ മറക്കണ്ട. ഒരു 4 വോട്ടിന് വേണ്ടി കൊടിപിടിച്ച് നടക്കാൻ വേണ്ടി തിന്മ ചെയ്യുന്ന കഞ്ചാവുകാർക്ക് സംരക്ഷണം നൽകുന്ന രാഷ്ട്രീയക്കാരില്ലേ? കഞ്ചാവുകാർക്ക്, ലഹരിക്കാർക്ക്, തോന്നിവാസികളായ നാടിന്റെ തെമ്മാടികളായ ആളുകൾക്ക് വകം വെച്ചു കൊടുക്കുന്ന രാഷ്ട്രീയക്കാരില്ലേ നമ്മുടെ നാട്ടിലൊക്കെ? എന്തിനാണ്
എന്താണെന്നറിയോ? ഒന്ന് കൊടി പിടിച്ചു നടക്കാൻ വേണ്ടി, 4 വോട്ടിന് വേണ്ടി, അവരുടെ കൂടെ നടക്കാൻ വേണ്ടി, എന്റെ പാർട്ടിയിൽ ആള് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ അരുതായ്മകൾ ചെയ്തു നടക്കുന്ന, നാട്ടിൽ തോന്നിവാസികൾ കാട്ടി നടക്കുന്ന, നാട്ടിൽ കോപ്രാട്ടത്തരങ്ങൾ കാട്ടി നടക്കുന്ന ഏതെങ്കിലും ഒരു മക്കളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാര് പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ അംഗബലം കൊണ്ടോ, നിങ്ങളുടെ സാമ്പത്തിക ശക്തി കൊണ്ടോ, നിങ്ങളുടെ രാഷ്ട്രീയ ശക്തി കൊണ്ടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്നത് നാട്ടിലെ കുഴപ്പങ്ങളാ, നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ അത് കാരണമാ. ഇത് വെറുതെയല്ല പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ഹിബ്ബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹപ്പെട്ട സ്വഹാബിയ, വളരെ ഇഷ്ടമുള്ള സ്വഹാബിയ, ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചു പോയ സ്വഹാബിയാണ് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു. ആ ഒരു ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഹബീബിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാ. എന്തിനെന്നറിയോ? റെക്കമെൻഡേഷന് വേണ്ടി, റെക്കമെൻഡ് ചെയ്യാൻ. എന്ത് റെക്കമെൻഡ് എന്നറിയോ? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്നത് പോലെ ഒരു ഉയർന്ന കുടുംബത്തിൽ വെച്ച ഒരു പെണ്ണ് മോഷണം നടത്തി. മഖ്സൂമി കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തി. എന്താണ് ഇസ്ലാമിന്റെ വിധി? മോഷണം നടത്തി തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ കൈ ഛേദിക്കണമെന്നല്ലേ, കൈ മുറിക്കണമെന്നല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ആ പെണ്ണിന്റെ കൈ മുറിക്കാൻ തീരുമാനമെടുത്തു. കുടുംബം ഇസ്ലാമിൽ പ്രാധാന്യമില്ല, തറവാടിന് പ്രാധാന്യമില്ല, വെളുപ്പിനോ കറുപ്പിനോ സമ്പത്തിനോ ദാരിദ്ര്യത്തിനോ ഇസ്ലാമിൽ ഒരു പരിഗണനയില്ല. ഇസ്ലാം പരിഗണന നൽകുന്നത് ആർക്കാണ്? ഇന്ന അക്രമ അല്ലാഹുവിന്റെ അടുത്ത് ആർക്കാണ് പരിഗണന? ആരാണ് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത്? ആരിലാണ് തഖ്വയുള്ളത്? ആരാണ് മുത്തഖി? ആ മുത്തഖിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ, അല്ലാഹുവിന്റെ ആ പ്രഭയാനമായി നീണ്ടുകിടക്കുന്ന മഹ്ശറയിലും അതേപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിലും സ്ഥാനമുള്ളത് മുത്തഖിങ്ങൾക്ക് മാത്രമാണല്ലോ. ഉയർന്ന കുടുംബത്തിലെ ഒരു പെണ്ണ് മോഷണം നടത്തി കൈമുറിക്കാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനമെടുത്തപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയെ ആ കുടുംബക്കാര് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും MLA വിളിക്കുന്നത് പോലെ, MLA വിളിക്കാറുണ്ടല്ലോ, രാഷ്ട്രീയ നേതാക്കൾക്ക് വിളിക്കാറുണ്ടല്ലോ. ഒന്ന് വിളിച്ചു പറയുമോ എന്റെ മകൻ ജയിലിലാണെന്ന്? പറയാൻ പാടില്ല. തെറ്റ് ചെയ്തവർ അനുഭവിക്കണം, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. അങ്ങനെ തെറ്റു ചെയ്തവർ ശിക്ഷ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാട് നന്നാവുന്നത്? വീണ്ടും വരികയാണ്, എന്നെ രക്ഷിക്കാൻ ആളുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ നിൽക്കാൻ ആളുകളുണ്ടല്ലോ, എന്നെ സംരക്ഷിക്കാൻ ആളുകളുണ്ടല്ലോ, ഇനി എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം, സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന വിശ്വാസത്തോടെ നാട്ടിൽ അധർമ്മങ്ങൾ അധികരിക്കാൻ തുടങ്ങും, നാട്ടിൽ ഫിത്നകൾ അധികരിക്കാൻ തുടങ്ങും. കാരണം എന്നെ സംരക്ഷിക്കാൻ ആളുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയക്കാരെ സഹായിക്കുന്ന ക്രിമിനലുകൾ ഇവിടെ വളർന്നു വരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ നിയമം എടുത്തു നോക്കുമ്പോ നമ്മൾക്കറിയാലോ, 1000 നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും, 1000 നിരപരാധികൾ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ശരി തന്നെ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്താക്കാൻ പാടില്ല, ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ഇന്ന് നാട്ടിൽ നടക്കുന്നത് എന്താ? എത്ര നിരപരാധികളാണ് ജയിലിൽ കിടക്കുന്നത്? വർഷങ്ങളായി, കാലാകാലങ്ങളായി ജയിലിൽ കിടക്കുന്ന നിരപരാധികളെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാര് പോവാറുണ്ടോ? എന്തേ അത്? നിരപരാധികൾക്കെതിരെയല്ലേ ശബ്ദിക്കേണ്ടത്? ജമ്മു കാശ്മീരിൽ നടക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങളുടെ കഥകൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യത്തെയും സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ഇവിടെ അരുതായ്മകളും കൂട്ടക്കൊലകളും പീഡനങ്ങളും നടക്കുമ്പോ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്തവർ, നാടിൽ ഫിത്നയുണ്ടാക്കി വരുന്ന മക്കളെ സംരക്ഷിക്കാൻ നിന്നാൽ നമ്മുടെ നാടാണ് കുട്ടിച്ചോറാവാൻ പോകുന്നത് എന്ന് മറക്കാൻ പാടില്ല. എങ്ങനെ അത് മറക്കാൻ പറ്റുക? എങ്ങനെയാണ് അതൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുക? ഹബീബ് ദേഷ്യപ്പെട്ടു. തന്റെ പ്രിയപ്പെട്ട സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് പോയി റെക്കമെൻഡ് ചെയ്യാണ്. റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ആ പെണ്ണിനെ വെറുതെ വിടുമോ നബിയേ? നബിയേ, ആ
ആ പെണ്ണിനെ വെറുതെ വിടുമോ? ഉന്നത തറവാട്ടുകാരിയാണല്ലോ നബിയെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം ചുവന്നു എന്ന് മാത്രമല്ല, ഹബീബ് ഉടനെ തന്നെ എണീറ്റ് നിന്നുകൊണ്ടൊരു പ്രഭാഷണം നടത്തി. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. കേൾക്ക് ഉപ്പമാരെ, മക്കളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. രാഷ്ട്രീയക്കാരാ, നിങ്ങളുടെ പാർട്ടിക്കാരുടെ തിന്മകളെ നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തവർ അനുഭവിക്കുക തന്നെ വേണം. ശിക്ഷകൾ സഹിച്ചാലേ അവർക്കിവിടെ ബോധമുണ്ടാവൂ. എന്തേ പീഡനങ്ങൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തേ കൊലപാതകങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഇലക്ഷൻ വരുമ്പോഴേക്കും എല്ലാ ആളുകൾക്കും പറയാനുള്ളത്, ഇവിടെ കൊലപാതകം നടക്കുന്നുണ്ടല്ലോ, ഇവിടെ കൊലപാതകളായ ക്രിമിനലുകൾ ഉണ്ടല്ലോ എന്നൊക്കെയാണെങ്കിൽ എന്തേ ഇത് വർദ്ധിക്കുന്നത്? ഇന്ന് കൊലപാതകം നടത്തിയവൻ ഒരാഴ്ചയാകുമ്പോഴേക്കും ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാ. ഇന്ന് പീഡിപ്പിച്ചവൻ ഒരാഴ്ചയാകുമ്പോഴേക്കും പുറത്തിറങ്ങുകയാ. എന്നിട്ട് ഏതെങ്കിലും ഒരു പീഡനം നടക്കുമ്പോ നാട്ടുകാരും ജസ്റ്റിസും നിയമകർത്താക്കളൊക്കെ പറയാ, ഇങ്ങനെ പീഡിപ്പിച്ച ആളെ കൊന്നുകളയണമെന്ന്, പീഡിപ്പിച്ച ആളെ കൊല്ലണമെന്ന്. അതൊന്നുമില്ല നിയമം. പീഡിപ്പിച്ച ആളുകളെ കൊല്ലലല്ല. ഒന്ന് പെണ്ണ് തന്റെ വസ്ത്രം നിയന്ത്രിക്കാൻ, ഒന്ന് പെണ്ണ് തന്റെ വസ്ത്രം നിയന്ത്രിക്കുക, രണ്ട് ഇങ്ങനെ പീഡിപ്പിച്ച ആളുകൾക്ക് തക്കതായ അതിനർഹമായ ശിക്ഷ നൽകുക. അതേപോലെ ക്രിമിനലുകൾ, എത്ര കൊലപാതകളായ ഘാതകന്മാരിവിടെ ജീവിക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കൊലപാതകങ്ങൾ നാടുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കൊല്ലുക, ഒരു മാസമാകുമ്പോ പിന്നെ നെഞ്ചു വിരിച്ച് പുറത്തിറങ്ങുക, വീണ്ടും ഒരു മാസമാകും വീണ്ടും ഒരാളെ കൊല്ലുക, വീണ്ടും ജയിലിൽ പോവുക, പിന്നെ വീണ്ടും ഇറങ്ങുക. ഇതാണ് നടക്കുന്നത്. ഇങ്ങനെ നടന്നാ പിന്നെ ഇവിടെ എന്തെങ്കിലും നമ്മുടെ നാട് നന്നാവുമോ? പിന്നെയും കൊലപാതകങ്ങൾ രക്ഷിക്കാൻ ആളുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, മക്കള് തെറ്റ് ചെയ്താലും, നാട്ടുകാര് തെറ്റ് ചെയ്താലും, കുടുംബക്കാര് തെറ്റ് ചെയ്താലും അർഹമായ പണിഷ്മെന്റ് അത് കൊടുത്തേ പറ്റും. പണിഷ്മെന്റ് ഇല്ലാതെ പണിഷ്മെന്റ് വേണം, റിവാർഡ്സ് വേണം. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം, അതേപോലെ നന്മ ചെയ്തവനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതൊരു ഉമ്മയും ഒരു ഉപ്പയും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മക്കളെ വളർത്തേണ്ട ഉമ്മമാർ, മക്കളെ പഠിപ്പിക്കേണ്ട ഉപ്പമാർ, ഇവർ രണ്ടുപേരും പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നബിയെ നിങ്ങൾ അവരോട് മയമായി പെരുമാറുന്നത്. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. ولو كنت فظا غليظ القلب لانفضوا من حولك. നിങ്ങൾ പരുഷമായി പെരുമാറാൻ തുടങ്ങിയാൽ, ഉമ്മമാർ മക്കളോട് പരുഷമായി പെരുമാറാൻ തുടങ്ങിയാൽ, ഹാർഡായി പെരുമാറാൻ തുടങ്ങിയാൽ, വളരെ കർക്കശമായി പെരുമാറാൻ തുടങ്ങിയാൽ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, റഹ്മത്തില്ലാതെ, കാരുണ്യമില്ലാതെ, സ്നേഹമില്ലാതെ വല്ലാത്ത ക്രിമിനലുകളെ പോലെ പെരുമാറാൻ തുടങ്ങിയാൽ ഉപ്പമാരിൽ നിന്ന്, ഉമ്മമാരിൽ നിന്ന് മക്കൾ ഓടിപ്പോകും. ഇത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളാ. ഹബീബിനോടാ പറയുന്നത്. പൊന്നു നബിയേ, മുത്തു നബിയേ, നിങ്ങൾക്ക് റഹ്മത്ത് നൽകിയത് ഞാനാ. എന്റെ റഹ്മത്ത് കൊണ്ടാണ് നിങ്ങൾ മക്കളോടും നാട്ടുകാരോടൊക്കെ വളരെ സൗഹാർദ്ദമായി, സൗമ്യമായി പെരുമാറുന്നത്. ഹബീബിനെ കുറിച്ച് പറഞ്ഞുവല്ലോ, 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്തിട്ട് മാ ളറബനി വമാ ഹജബനി, എന്നെ അടിക്കുകയോ എന്നെ ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്താൽ എന്തിനാണ് ചെയ്തത് എന്ന് ചോദ്യമില്ല, ചെയ്തില്ലെങ്കിൽ എന്തേ ചെയ്തില്ല എന്നും ചോദ്യമില്ല. 9ഓളം ഭാര്യമാരുണ്ടായിട്ട് ഒരു ഭാര്യമാരെ വരെ അല്ലാഹുവിന്റെ ഹബീബ് ശിക്ഷിച്ചിട്ടില്ലല്ലോ. അതാണ് ഉപ്പമാര് പഠിക്കേണ്ടത്. ആ ഒരു പാഠമാണ് ഉമ്മമാര് പഠിക്കേണ്ടത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ലിൻത ലഹും, അവരോട് നിങ്ങൾ മയത്തോടെ പെരുമാറിയത്. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്, നിങ്ങൾ കർക്കശ സ്വഭാവത്തോടെ, ഒരു സ്ട്രേഞ്ചായി, അപരിചിതമായി, പരുക്കൻ സ്വഭാവത്തോടെ പെരുമാറിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാൾ പോലും ഉണ്ടാവുമായിരുന്നില്ല എന്നല്ലാഹു സൂചിപ്പിക്കുന്നത് ഹബീബിനോട് മാത്രമല്ല, മക്കളെ വളർത്തുന്ന മാതാപിതാക്കളോട് കൂടിയാണ്. ഒന്ന് കാരുണ്യത്തോടെ പെരുമാറുക. ആ ഒരു കാരുണ്യം അല്പം ഓവറാവുന്നുണ്ടോ, അല്പം കൂടിപ്പോകുന്നുണ്ടോ, ആ ഒരു ലാളനകൾ അധികരിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടിയെ കൊണ്ടുപോയപ്പോഴാ രാഷ്ട്രീയക്കാര് വിളിക്കാൻ തുടങ്ങി. സാറേ, എന്റെ ആള് അങ്ങ് വിട്ടേക്കണേ, വേറൊരു പ്രവർത്തകൻ, അത് എന്റെ ആളാ. എന്നിട്ട് സാറ് പറഞ്ഞു വിടാൻ പറ്റൂല, പാരന്റ്സ് വരണം, ഉപ്പ വരണം, ഉമ്മ വരണം. ഉപ്പ ഗൾഫിലാണ് സാറേ,
എന്നാൽ ഉമ്മ വരട്ടെ. ഉമ്മ പുറത്തൊന്നും ഇറങ്ങലില്ല. ഏത് ഉമ്മ എന്നറിയോ? റമദാനിൽ നാടുള്ള ടെക്സ്റ്റൈൽസിലേക്ക് ഷോപ്പിങ്ങിന് പോകുന്ന ഉമ്മ പറയാ, ഉമ്മ പുറത്തിറങ്ങാറില്ല. അതൊന്നറിയില്ല. മകനെ വേണോ? സ്വന്തം മകന്റെ ആവശ്യത്തിന് ഉമ്മക്ക് പുറത്തിറങ്ങാൻ പറ്റൂലേ? ഉമ്മ വന്നു, ഉമ്മയോട് ചോദിച്ചു, എന്തേ, ആരാണ് മകന് ചാവി കൊടുത്തത്? ഉമ്മ പറഞ്ഞു, ഞാൻ കൊടുത്തതാണ്. നിങ്ങൾക്കറിയില്ലേ ലൈസൻസ് ഇല്ലാതെ കുട്ടിക്ക് വണ്ടി കൊടുക്കാൻ പാടില്ലെന്ന്? ഉമ്മ പറഞ്ഞു, എന്ത് ചെയ്യാനാ സാറേ, ഞാനൊരു കാര്യത്തിൽ ദേഷ്യപ്പെട്ടതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ ദേഷ്യപ്പെട്ടു, അതിന്റെ പേരിൽ എനിക്കൊരു TV നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ രണ്ടാമത് ദേഷ്യപ്പെട്ടാൽ അടുത്തത് നഷ്ടപ്പെടുന്നത് എന്റെ ഫ്രിഡ്ജായിരിക്കും. പിന്നെയും ദേഷ്യപ്പെട്ടാൽ എന്റെ വീട്ടിലൊരു വസ്തു പോലും ബാക്കിയുണ്ടാവില്ല. പിന്നെ അത്യാവശ്യം ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള മകനാണ് ഞാൻ, ഒറ്റയ്ക്കാണ്, എന്റെ ഭർത്താവ് ഗൾഫിലാണ്, എന്നെ അടിക്കുമോ എന്ന് എനിക്ക് പേടി തോന്നാണ്. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാറില്ല, അവന് ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ഗൾഫ് നമ്മൾക്ക് ഉപകാരം നൽകിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷേ ഉപകാരത്തെക്കാളേറെ ഉപദ്രവം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയിക്കുന്നു. ഞാൻ മക്കള് വീട്ടിൽ കയറാത്തതും, പുറത്തിറങ്ങി രാത്രി 2 മണിയോളം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നതും, രാത്രി 2 മണിയായിട്ടും ഉറങ്ങാൻ വീട്ടിലേക്ക് എത്താതിരിക്കുന്നതുമൊക്കെ വീട്ടിൽ ഉപ്പയില്ല എന്ന കാരണത്താലാണ്. ചെറുപ്പത്തിൽ ഉപ്പമാർ വളരെ കൃത്യമായി കണിശമായി പെരുമാറുമ്പോ ഒരു പക്ഷേ ദേഷ്യവും ആ ഒരു ചൊടിയൊക്കെ വന്നേക്കാം. പക്ഷേ പിന്നെ അത് ഹൈറാണ്. ഏതായാലും ഉപ്പമാര് വീട്ടിലില്ലാത്തതിന്റെ പേരിൽ ഉമ്മമാരെ ആർക്കാ പേടി? ഉമ്മമാരാർക്കാണ് ഇവിടെ പേടി? ഉമ്മ 2 വട്ടം ദേഷ്യപ്പെടും. ഉമ്മയോട് തിരിച്ചു ദേഷ്യപ്പെട്ടാൽ പിന്നെ ഉമ്മ അവിടെ അടങ്ങി. പിന്നെ ഉമ്മ കരയാൻ തുടങ്ങി. ഉമ്മക്ക് കരയാൻ വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഗൾഫിൽ പോകുന്നു, നിയന്ത്രിക്കാൻ ആളുകളില്ല, ഇടയന്മാരില്ലാത്ത ആട് പോലെ അലക്ഷ്യമായി നടക്കുകയാണ്. അതിൽ കുറെ ചങ്ങാതിമാരെ കിട്ടുന്നു, ചങ്ങാതിമാരുടെ കൂടെ പോകുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഉമ്മയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, രക്ഷപ്പെടാൻ വഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? ഉപ്പമാരില്ലെങ്കിൽ അളാപ്പമാരുടെ ഉത്തരവാദിത്തമാണ് ജ്യേഷ്ഠന്റെ മക്കൾ നോക്കേണ്ടത്. മൂച്ചാപ്പമാരുടെ ഉത്തരവാദിത്തം. ജ്യേഷ്ഠന്മാര് ശ്രദ്ധിക്കണം, മനുഷ്യന്മാരെ. കുടുംബക്കാര് മൊത്തം ഉപ്പയില്ലാത്ത ഉപ്പ ഗൾഫിലുള്ളവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെയൊക്കെ ബാധ്യതയാണ്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിന്റെ തണൽ തരുന്ന മക്കളാരാ? ഈ മക്കളെ കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല, ഈ മക്കളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവൂല. ആരാണ് അല്ലാഹുവിനെ പഠിക്കുന്നത്? ഞാൻ നിർത്താൻ പോവാണ്, എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ പോവാണ്. ഏകദേശം 11:45 ഞാനൊരു കൺക്ലൂഷനിലേക്ക് വരാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഫഇന്ന ഹമലത്തൽ ഖുർആൻ, ഖുർആനിനെ മനപ്പാഠമാക്കിയ മക്കൾ, ഫീ ളില്ലാഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അല്ലാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസം വരാനുണ്ടല്ലോ. ആ സമയത്ത് ആരാണ് തണൽ നൽകുന്നത്? അല്ലാഹു ആണ് തണൽ നൽകുന്നത്. ഹാഫിളീങ്ങൾ, ഖുർആൻ മനപ്പാഠമാക്കിയ ആളുകൾ, ഖുർആൻ പഠിച്ച ആളുകൾ അല്ലാഹുവിന്റെ തണലിലാണെന്ന് മുത്ത് റസൂലുള്ളാഹ്. അത് മാത്രമല്ല, ഹാഫിളീങ്ങളായ ആളുകൾക്ക് മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു അവസരം നൽകുമെന്നും പരിശുദ്ധ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കേൾക്കണോ? റബ്ബനാ അരിനൽ ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ലിനജഅൽഹുമാ തഹത അഖദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. കേൾക്കണം ഉമ്മമാർ, കേൾക്കണം നമ്മുടെ ഉപ്പമാർ. ദീനീ വിദ്യാഭ്യാസം നൽകാതെ ഭൗതികതയുടെ പിന്നാലെ പോകുന്ന ഉപ്പമാർ, ഭൗതികതയുടെ പിന്നാലെ പോകുന്ന ഉമ്മമാർ. മക്കളെ മദ്രസയിൽ ചേർത്തിട്ടുണ്ടോ? ചേർത്തിട്ടുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. ഉസ്താദുമാരടിക്കാൻ പറ്റൂല, ഉസ്താദുമാരൊന്ന് കണ്ണുരുട്ടാൻ പറ്റൂല, ഉസ്താദുമാരൊന്ന് പേടിപ്പിക്കാൻ പറ്റൂല. നമ്മുടെ മക്കളുടെ ഹെയർ സ്റ്റൈലിന്റെ കഥ പറയണോ? ഹെയർ സ്റ്റൈലിന്റെ കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണോ? എന്താണ് കഥ? ഒരു സ്ഥലത്തേക്ക് വാലിന് പോയപ്പോ അവിടെയുള്ള സ്വദർ ഉസ്താദ് പേഴ്സണലായി വിളിച്ചുകൊണ്ട് പറയാണ്, ഉസ്താദേ, മുടിയെ കുറിച്ച് നിങ്ങൾ പറയണം.
മുടിയെ കുറിച്ച് പറയണം ഉസ്താദേ. ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞാൽ പോരെ? ഞാൻ എത്ര വട്ടമാണ് പറയേണ്ടത്? ഞാൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഉമ്മമാർ സ്വന്തം മക്കളുടെ തലയിലുള്ള മുടികൾ നിയന്ത്രിക്കാൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറ്റുന്നില്ല. പേടിപ്പിച്ചാൽ പിന്നെ എനിക്കെതിരെ തിരിയുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് 2-3 ദിവസം മുമ്പ് ഉമ്മമാർക്ക് മക്കളുടെ മുടി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഉപ്പമാർക്കും പറ്റുന്നില്ല. തോന്നിയതുപോലെ തോന്നിവാസങ്ങൾ ചെയ്ത് ആളുകൾ കണ്ടാൽ അറക്കുന്ന രീതിയിൽ, കണ്ടാൽ വെറുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളുടെ ഹെയർ സ്റ്റൈല് മാറിപ്പോയി. പാശ്ചാത്യന്റെ നാറുന്ന സംസ്കാരങ്ങളെ പിന്തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടം വരുമ്പോ പാശ്ചാത്യന്റെ സംസ്കാരങ്ങളെ പിന്തുടരുന്നവർ വരുമെന്നാണ്. അല്ലാഹു അവരെ ശപിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്തുടരില്ല. ഹബീബ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെ പിൻപറ്റാൻ, മഹാന്മാരായ സ്വഹാബാക്കളെ പിൻപറ്റാൻ. അതാണല്ലോ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെയാണല്ലോ നമ്മൾ മാതൃകയാക്കേണ്ടത്. ആരൊക്കെ? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നവർ, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിക്കുന്നവർ. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ, അന്ത്യനാളിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പരിശുദ്ധ ഹബീബിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഹബീബിന്റെ സദസ്സിലേക്ക് ക്രോപ്പ് ചെയ്തുകൊണ്ട് തല ഇങ്ങനെ പകുതി ഭാഗം പഠിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? പൊന്നു മോനെ, മുടിയൊന്ന് ഭംഗിയായി വെട്ടിവാ, അപ്പോഴാണ് നിന്നെ കാണാൻ ഭംഗിയുള്ളത്, അപ്പോഴാണ് ഒരു സൗന്ദര്യമുള്ളത്, അപ്പോഴാണ് ഈമാനുള്ളത് എന്ന് പറഞ്ഞപ്പോഴേക്കും സ്വഹാബി ഓടിപ്പോയി. എന്നിട്ട് മുടിയെ ഭംഗിയായി വെട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് വരികയാ. എന്നാൽ നമ്മുടെ മക്കളുടെ കഥ എന്താ? ഉമ്മമാര് പറഞ്ഞത് കേൾക്കോ, ഉമ്മ നിങ്ങൾ പോയി പണി നോക്കിയേ. ഉപ്പമാര് പറഞ്ഞത് കേൾക്കോ, ഉപ്പാന്റെ ചങ്ങാതിമാരൊക്കെ മുടിവെട്ടുന്നത് ഇങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് തോന്നിവാസങ്ങൾ ചെയ്ത് ഉസ്താദുമാര് മദ്രസയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ പ്രശ്നമാ, അധ്യാപകർ സ്കൂളിൽ നിന്ന് പ്രശ്നാക്കിയാൽ പിന്നെയും പ്രശ്നമാ. എന്ത് തെറ്റ് ചെയ്താലും കൂട്ടിന് നിൽക്കാൻ ഉപ്പമാർ, എന്ത് തോന്നിവാസം ചെയ്താലും കൂട്ടിന് നിൽക്കുന്ന ഉമ്മമാർ, എല്ലാ തിന്മകൾക്കും ചങ്ങാതികളെ പോലെ സഹായങ്ങൾ നൽകുന്ന ചങ്ങാതിമാർ, അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, സംഘടനാ നേതാക്കൾ, എല്ലാവരും ഉത്തരവാദികളാണ്. കുല്ലുക്കും റാഇൻ, എല്ലാവരും ഭരണാധികാരികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി, എല്ലാവരോടും അവരുടെ ഡ്യൂട്ടിയെ കുറിച്ച് അല്ലാഹു ചോദിക്കും. ഇവിടെ കമ്മിറ്റിക്കാര് ചോദിച്ചില്ലെങ്കിലും നേതാക്കൾ ചോദിച്ചില്ലെങ്കിലും അല്ലാഹു ചോദിക്കും നമ്മുടെ ഡ്യൂട്ടിയെ കുറിച്ച്. അല്ലാഹു ഒരാൾക്കൊരു ഭരണാധികാരം, ഒരു അധികാരം ഏൽപ്പിച്ചാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായാൽ, ഒരു സംഘടനയുടെ തലപ്പത്തെത്തിയാൽ, ഒരു പള്ളിയുടെ ഖതീബായാൽ, ഒരു കമ്മിറ്റിയുടെ തലപ്പത്തെത്തിയാൽ, ഒരു നാടിന്റെ പ്രമാണിയായി മാറിയാൽ, അല്ലാഹു ഒരാൾക്ക് ഭരണം നൽകി, അല്ലാഹു ഒരാൾക്ക് അധികാരം നൽകി. യമൂതു യൗമ യമൂത്, മരിക്കുന്ന സമയത്ത് അയാൾ മരിച്ചുപോയി. വഹുവ ഗാശുൻ ലിറഅയ്യതിഹി, തന്റെ പ്രജകളോട്, തന്റെ കൂടെയുള്ള പാർട്ടിക്കാരോട് 4 വോട്ടിന് വേണ്ടി അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂടെ നിന്നാൽ, മക്കളുടെ തോന്നിവാസങ്ങൾക്ക് ഉപ്പമാര് കൂടെ നിന്നാൽ, അല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം നിഷിദ്ധമാ, സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റൂല. ആർക്ക്? മക്കളെ നന്നാക്കാതെ മരിച്ചുപോയ ഉപ്പമാർ, പാർട്ടിക്കാരെ നന്നാക്കാതെ മരിച്ചുപോയ പാർട്ടിയുടെ തലപ്പത്തുള്ള നേതാക്കൾ, സംഘടനക്കാരെ നിലനിർത്താൻ വഴിക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സംഘടനയുടെ തലപ്പത്തുള്ള നേതാക്കൾ, നാട്ടിലുള്ള പ്രമാണിമാർ, വീട്ടിന്റെ ഉമ്മമാർ, തന്റെ കീഴിലുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താനോ ദീനിയായ പാതയിലൂടെ കൊണ്ടുപോകാനോ സാധിക്കാതെ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗം ഹറാമാ, അവനിക്ക് സ്വർഗ്ഗം നിഷിദ്ധമാ. സ്വർഗ്ഗത്തിന്റെ സ്വപ്നം പോലും കാണാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ ഖുർആൻ പറയുന്ന ഒരു വാക്ക് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. റബ്ബനാ അരിനല്ലദീന അളല്ലാനാ
മിനൽ ജിന്നി വൽ ഇൻസ് ലിനജഅൽഹുമാ തഹത അഖദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, എന്റെ റബ്ബേ, നാളെ മഹ്ശറയിൽ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന മക്കള് പറയാ, എന്റെ ഉപ്പയെവിടെ, എന്റെ ഉമ്മയെവിടെ, എന്റെ രാഷ്ട്രീയ നേതാക്കൾ എവിടെ? റബ്ബനാ അരിനല്ലദീനി അളല്ലനാ, ഞാൻ തെറ്റ് ചെയ്തപ്പോ, ഞാൻ കഞ്ചാവടിച്ചപ്പോ, ഞാൻ സീസർ വലിച്ചപ്പോ, ഞാൻ പള്ളിയിൽ പോകാതെ ക്ലബിലിരുന്നപ്പോ, പള്ളിയിൽ പോകാതെ ടി വി കണ്ടപ്പോ, മുടിയെ വികൃതമായി വെട്ടി വന്നപ്പോ, എന്റെ കൂടെ സപ്പോർട്ട് വന്നവർ, എന്നെ സഹായിച്ചവർ, എന്റെ കൂടെ സഹകരിച്ചവർ, എന്നെ ഉപദേശിക്കാത്തവർ എന്റെ ഉപ്പയാണല്ലോ, എന്റെ ഉമ്മയാണല്ലോ, എനിക്കവരെ കാണിച്ചു താ റബ്ബേ. റബ്ബനാ അരിനല്ലദീനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ലിനജഅൽഹുമാ തഹത അഖദാമിനാ, അവരെ ഞാൻ എന്റെ കാലിന്റെ കീഴിൽ, എന്റെ കാലിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നൃത്തം വെക്കട്ടെ, അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അതിന്റെ ഉപോത്ഫലകമായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നൊരു വാക്കുകളുണ്ട്. നാളെ സ്വർഗത്തിലേക്ക് പോകേണ്ട ഉമ്മമാർ, സ്വർഗത്തിലേക്ക് പോകേണ്ട ഉപ്പമാർ, എന്നാൽ മക്കൾ പോകേണ്ടത് നരകത്തിലേക്കാണെങ്കിൽ അവർ വഴിപിഴച്ചു പോയ മക്കൾ, ഉമ്മ ഉപ്പ, അല്ലാഹുവേ എന്നെ വഴിപിഴപ്പിച്ചു പോയ എന്റെ ഉപ്പയെ നരകത്തിലേക്ക് കൊണ്ടുപോവാതെ, എന്റെ ഉമ്മയെ നരകത്തിലേക്ക് കൊണ്ടുപോവാതെ ഞാനൊരു കാരണവശാലും നരകത്തിലേക്ക് പോവില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വാശി പിടിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുമ്പോ എന്ത് ചെയ്യുമെന്നറിയോ? മക്കളെ പിഴക്കാൻ കാരണക്കാരായ നമ്മുടെ ഉമ്മമാരെയും ഉപ്പമാരെയും അല്ലാഹു നാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നും, അതേപോലെ നരകവാസികളായ ഉപ്പമാർ, രണ്ട് മക്കളാണ്, രണ്ട് രീതിയിലുള്ള മക്കളാണ് നമ്മൾക്കുണ്ടാവുക. ഒന്നുകിൽ സാലിഹ്, അല്ലെങ്കിൽ മോശപ്പെട്ട മക്കൾ. മോശപ്പെട്ട മക്കൾ ഈ ഒരു അവസ്ഥയാണ് ഉമ്മമാർക്കുണ്ടാക്കി കൊടുക്കുക. സ്വർഗത്തിലേക്ക് പോകേണ്ട ഉമ്മമാരെ കൈപിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഇവിടെ സ്വാലിഹീങ്ങളായ വബലദൻ സ്വാലിഹൻ തറക, സ്വാലിഹീങ്ങളായ ദീനി ചിട്ടയുള്ള, ദീനി ബോധമുള്ള, ദീനി അച്ചടക്കമുള്ള മക്കൾ നമ്മൾ വിട്ടിട്ടു പോയാലോ ഉപ്പമാരൊരു പക്ഷേ നരകത്തിലേക്ക് പോവേണ്ടവരാണ്. മക്കൾ അല്ലാഹുവിനോട് പറയും, പടച്ച റബ്ബേ, എന്നെ വളർത്തിയ, എനിക്ക് ഉപദേശങ്ങൾ നൽകിയ, എന്നെ നന്മയിലേക്ക് നയിച്ച എന്റെ ഉപ്പയുണ്ടല്ലോ, ഉപ്പ നരകത്തിൽ കിടക്കുകയാണല്ലാഹ്. അതുകൊണ്ട് ഉപ്പയെ സ്വർഗത്തിലേക്ക് കടത്താതെ, എന്റെ ഉമ്മയെ സ്വർഗത്തിലേക്ക് കടത്താതെ ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല എന്ന് സ്വാലിഹീങ്ങളായ മക്കള് പറയുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ആ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള മക്കളാണ് ഇവിടെ ഉണ്ടാവുക. ഒന്ന് സ്വാലിഹായ മക്കളാണ്, പിന്നൊന്ന് ത്വദിവാസികളായ മക്കളാണ്. ഏത് മക്കളാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഉപ്പമാരും ഉമ്മമാരുമാണ്. എങ്ങനെയാണ് മക്കളെ നന്നാക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതും അവരാണ്. ദീനിയായ ചിട്ടയോടെ, ദീനിയായ ബോധത്തോടെ, അല്ലാഹുവിന്റെ ഇൽമുകളും ദീനിയായ മതവിജ്ഞാനങ്ങളും നൽകി മതബൗദ്ധിക സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുചെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുകയും ചെയ്യുക. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുമാറാവട്ടെ. ബഹുമാനികളെ, എല്ലാവരും ഒന്ന് ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് മുസാഫത്ത് ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും നടക്കുന്നത് പോലെ പതിവിനെതിരെ വേണ്ട. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് മുസാഫത്ത് ചെയ്യുക. 2 ഇരട്ട കുട്ടികൾ ഗർഭത്തിലുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഓപ്പറേഷൻ വിധി എഴുതിയിട്ടുണ്ട്. അപ്പോൾ വാർക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. തടിക്ക് സുഖത്തിനും ഭാര്യ ഭർത്താക്കന്മാർ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും ചെറിയൊരു ദുആ ചെയ്ത് പിരിയാണ്. അല്ലാഹു എല്ലാ ഖബറാളികൾക്കും ഈ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവർക്കൊക്കെ സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്.
ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ സ്വഹാബാക്കൾ അവരുടെ ദറജകൾ നീ അധികരിപ്പിച്ചു കൊടുക്കണയല്ല. അവരുടെ തണലിനായി ജീവിക്കുവാനും നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് അവരുടെ കീഴിൽ പോകുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണയല്ല. പടച്ച റബ്ബേ, ഞങ്ങളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഇവരോട് വല്ല അപമര്യാദയും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണയല്ല. വിവരമില്ലാത്തത് കൊണ്ടാണല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയത്. ഞങ്ങളെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ മനസ്സിലോ ഇവരോട് വല്ല വെറുപ്പും വല്ല തെറ്റും വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണയല്ല. അല്ലാഹുവേ, ഭക്ഷണം നൽകിയ വീട്ടുകാരവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണയല്ല, സ്വർഗീയ പാനീയം നൽകണയല്ല. ആ വീട്ടിൽ നീ ബറക്കത്ത് ചെയ്യണയല്ല, ആ മക്കളിൽ ബറക്കത്ത് ചെയ്യണയല്ല, അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണയല്ല. പടച്ചവനെ, നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമ്മമാരുടെയൊക്കെ കബറിടങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ കബറിടങ്ങളിൽ നീ സ്വർഗീയ സുഖങ്ങൾ നൽകി അനുഗ്രഹിക്കണയല്ല. പടച്ചവനെ, എന്ത് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ സദസ്സിന്റെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് നാളെ രക്ഷപ്പെടുന്ന കബറിടമാക്കി മാറ്റണയല്ല. ഇവിടെ ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചെല്ലിയതും ഞങ്ങളുടെ വാദുകളും ഒക്കെ ആ കബറിടങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണയല്ല. പടച്ചവനെ, സ്വർഗത്തിന്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണയല്ല. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ദുആ ചെയ്യാനേ പറ്റുകയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണയല്ല. പടച്ചവനെ, ഒരുപാട് ഉമ്മമാരുണ്ട് ഇവിടെ, അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണയല്ല, ഇസ്സത്ത് നൽകണയല്ല. ചെറുപ്പക്കാർക്ക് സ്വാലിഹാത്തായ ഭാര്യമാരെ കൊടുക്കണയല്ല. പടച്ചവനെ, കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരികൾക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നൽകണയല്ല. കല്യാണം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ ഒരുപാട് മക്കളെ നൽകണയല്ല. പടച്ചവനെ, കൺകുളിർമയുള്ള മക്കളെ നൽകണയല്ല. നൽകിയ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. പടച്ചവനെ, SSLCക്കും മറ്റുള്ള എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഉന്നതമായ വിജയം നൽകണയല്ല. പടച്ച റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയികളിൽ പെടുത്തണയല്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.